രണ്ടാം വാക്യം പറയാ, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെ ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെ ആത്മാവ്. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഈ ആത്മാവിൻ്റെ കൃപ, വിവേകത്തിൻ്റെ, കാലഘട്ടത്തിൻ്റെ ഗതിവിഗതികളെ തിരിച്ചറിയാനുള്ള വിവേകത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരും. ഇനി ഉപദേശം സ്വീകരിക്കേണ്ടവരാണ്. വചനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ അറിയുന്ന, വിശുദ്ധ കുർബാനയുടെ ഉൾപ്പൊരുളുകൾ അറിയുന്ന ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ മാത്രമല്ല, സ്വീകരിക്കാനുള്ള ഒരു ഹൃദയം, ശക്തി നമുക്ക് വേണം. അറിവിൻ്റെ, ദൈവഭക്തിയുടെ, നമ്മൾ കാണിച്ചു കൂട്ടുന്നതല്ല, മറിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന സാക്ഷ്യ ജീവിതങ്ങളുടെ ഒരു വലിയ കൃപ. പ്രിയപ്പെട്ട, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർ 3 16-17 തിരുവചനം: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ദൈവത്തിൻ്റെ ആലയം നിങ്ങൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധരെക്കാൾ ഉന്നതിയിലേക്ക് ജീവിക്കാൻ ദൈവം നമ്മൾ ഈ കാലഘട്ടത്തിൽ വിളിക്കുന്നുണ്ട്. വിശുദ്ധി മാത്രം പോരാ, പരിശുദ്ധി. നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. കുർബാനയിരിക്കുന്ന, ദിവ്യകാരുണ്യിരിക്കുന്ന മാതാവിനെ പോലെയുള്ള സക്രാരികളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയം കാലവർഷക്കെടുതികൾ മൂലം വേദന അനുഭവിക്കുന്നവരുണ്ട്, പ്രതിസന്ധികൾ മൂലം വേദന അനുഭവിക്കുന്നവരുണ്ട്, സങ്കടങ്ങൾ, നിരാശ മൂലം വേദന അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ശക്തിയെ, പരിശുദ്ധാത്മാവേ, അഗ്നി ചിറകുകളായി പറന്നിറങ്ങണമേ. ദൈവത്തിന്റെ ശക്തി ഈ സമയം സകലത്തിലേക്ക് വരട്ടെ, ലോകം മുഴുവനും വരട്ടെ. ഈ ദൈവിക അഭിഷേകത്തിന്റെ കെട്ടുകൾ അഴിയപ്പെടുന്ന, പാപത്തിന്റെ കെട്ടുകൾ അഴിയപ്പെടുന്ന, പാപത്തിന്റെ കെട്ടുകൾ തകർക്കപ്പെടുന്ന, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയുന്ന ദൈവത്തിന്റെ അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവ്, സ്വർഗത്തിന്റെ ശക്തി ഈ സമയം കുളിർമഴയായി ഈ സമയം പെയ്തിറങ്ങട്ടെ. പാടി ദൈവത്തെ ആരാധിക്കും. കണ്ണുകളടക്കിയ ശക്തമായിട്ട് കഴുകിലടിച്ചു. മാതാവിനെ പോലൊരു പുതിയ പെന്തക്കോസ്ത റൂഹ കുളിർത്തന്നലായി നിന്റെ ജീവിതത്തിലേക്ക് തീനാവുകളായി ഈ സമയം കടന്നു വരുന്ന സമയം, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമായ ബലിയാ. നമുക്ക് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൈകളടിച്ച് ആരാധിക്കാം. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു പറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. കുളിർത്തന്നലായി എന്നകതാരീതിൽ പുതുജീവൻ പരം ദൈവ സാന്നിധ്യമേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ തീനാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായെന്നിൽ നീ നിറയായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ തീനാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായെന്നിൽ നീ നിറവായി വാ. പരിശുദ്ധാത്മാവേ, ആദിയിലെ പോലെ ഈ കാലഘട്ടങ്ങളിൽ വരണമേ. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ, പ്രലോഭനങ്ങളുടെ കാലഘട്ടത്തിൽ, എതിർ അരൂപികളുടെ കാലഘട്ടത്തിൽ കർത്താവേ,
അന്തിക്രിസ്തു അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, എതിർ ചിന്തകളുടെ കാലഘട്ടത്തിൽ, വിശ്വാസ ത്യാഗങ്ങളുടെ കാലഘട്ടങ്ങളിൽ ആത്മാവിനാൽ ജ്വലിക്കപ്പെടുന്ന ഒരു നീക്കിരിപ്പ് ജനത്തെ, ഒരു മാറ്റിയിരുത്തുന്ന ജനത്തെ ഈ കാലഘട്ടത്തിൽ ഒരുക്കണമേ. അന്ത്യകാല പ്രവാചികയായ പരിശുദ്ധ അമ്മയോടൊപ്പം ഈ കാലഘട്ടത്തിന്റെ തിന്മകളെ തോൽപ്പിക്കാൻ ആദിയിലെ പോലെ ഒരു ജനതയെ ഒരുക്കണേ, അഭിഷേകം ചെയ്യണേ, ശക്തിപ്പെടുത്തണമേ, കൃപ നൽകണമേ യേശുവേ. ആദിയിലെപ്പോൾ പരിശുദ്ധാത്മാവാഗതനാകുന്നു, ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ശാമ്പലാകുന്നു. ആദിയിലെപ്പോൾ പരിശുദ്ധാത്മാവാഗതനാകുന്നു, ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ശാമ്പലാകുന്നു. സുതിപ്പിന്റെ വരമിന്നിൽ നിറഞ്ഞു കവിയുന്നു, പാപാന്തകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സുതിപ്പിന്റെ വരമിന്നിൽ നിറഞ്ഞു കവിയുന്നു, പാപാന്തകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതൻ നാവുകളായി ആഗതനായൊര പരിശുദ്ധാത്മാവേ. സിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതൻ നാവുകളായി ആഗതനായൊര പരിശുദ്ധാത്മാവേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ നീ നിറവായി എല്ലാ കുടുംബങ്ങളിലേക്ക്, ദമ്പതികളിലേക്ക്, നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ നീ നിറവായി എല്ലാ വൈദികരിലേക്കും, സന്യസ്തരിലേക്കും, സഭാ അധികാരികളിലേക്കും, സഭയുടെ കൂട്ടായ്മയിലേക്ക്, റുഹായേ നീ എല്ലാ ഇടവകളിലേക്കും, റുഹായേ സഭയുടെ എല്ലാ പ്രസ്ഥാനങ്ങളിലേക്കും, റുഹായേ നീ നിറവായി ഈ ലോകത്തുള്ള എല്ലാ മതവിഭാഗങ്ങളിലേക്കും നീ നിറവായി വാ, റുഹായേ നീ നിറവായി വാ, റുഹായേ നീ നിറവായി വാ, റുഹായേ നീ നിറവായി വാ. ഏതെങ്കിലും തിന്മകളുണ്ട് അവയെല്ലാം ബന്ധിക്കുന്നു, ശാസിക്കുന്നു, കൽപ്പിക്കുന്നു. In the name of Jesus Christ, I cast out all the negative spirit, all the negative energies, all the negative thoughts, all the negative activities, all the negative energies. You got the body, mind and soul. കരങ്ങൾ ദൈവത്തോട് ചേർത്ത് വെച്ച് കണ്ണടയ്ക്കാം. ഈശോട് പറയണേ, ഒരു തരി പോലും കുറയില്ല ഈശോയെ നിന്നോടുള്ള സ്നേഹം. പരിശുദ്ധ അമ്മ മജ്ജുഗൂർ മലയും മുകളിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കുന്നതാണ്. ഗർഭന്താളിലും അതുപോലെ അക്കിത്തായിലും അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്, അതുപോലെ മെഡ്ജിഗോറിലും ഇവിടെയുള്ള എല്ലാ സന്ദേശങ്ങളും പറയുന്നത് സമാധാനം, സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോട് കൂടി ഉണ്ടാകണം. പ്രിയപ്പെട്ടവർ, അതിനെന്ത് വേണമെന്നറിയോ? ഈ ലോകത്തിൻ്റെ നിലപാടുകൾ മാറ്റി ദൈവത്തിൻ്റെ നിലപാട് സ്വന്തമാക്കണം. എനിക്ക് ആഗ്രഹം വേണം. അമ്മ പറയും, മക്കളെ, ലോകത്തെല്ലാവരോടും പറയും വിശുദ്ധി, വിശുദ്ധി, വിശുദ്ധി. വിശുദ്ധിക്ക് വേണ്ടി പടപരുത്. വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. നിലനിൽപ്പിന്റെ വരം കിട്ടണമെങ്കിൽ അത് പരിശുദ്ധി, വിശുദ്ധി വേണം നമുക്ക്. കരങ്ങൾ ഹൃദയത്തോടെ ഈശോട് പറയും, ഒരു തരി പോലും
എന്തെങ്കിലും വിഷമം വരുമ്പോൾ, സഹനം വരുമ്പോൾ നിന്നോടുള്ള സ്നേഹം കുറയരുത്. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ഈശോയെ, നീ എന്നും ഞങ്ങളുടെ കൂടെ കാണാം. നിന്റെ ദൈവരാജ്യത്തിൽ, നിന്റെ നിത്യജീവനിൽ ഞങ്ങൾ പങ്കുകാരാക്കുവാൻ പരിശുദ്ധ അമ്മ മെഡ്ജിഗോറിൽ പറഞ്ഞ ഈ സന്ദേശങ്ങളോട് പങ്കുവെക്കുന്ന സമയം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരും കേൾക്കാനിരിക്കുന്ന എല്ലാവരിലേക്കും ഒരു വലിയ ശക്തി, ഒരു മഹത്വത്തിന്റെ ശക്തി, കർത്താവിന്റെ രണ്ടാം വരവിന്റെ മഹത്വത്തിന്റെ ശക്തി ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെട്ടത് കിട്ടാൻ പ്രാർത്ഥിക്കണം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതിക്ക് ഒരുക്കമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു വരികയാണ്. പാതി നോമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ കൂട്ടായ്മയുടെ മുന്നിലാണ് അച്ഛൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് ഈ അന്ത്യകാല പ്രവാചിക എന്ന ശുശ്രൂഷ എല്ലാ മാസവും ഉണ്ട്. പ്രിയപ്പെടുന്ന ഒരു ശക്കിനെ ടെലിവിഷന് മുന്നിൽ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഏറ്റവും വലിയ ഒരു സന്ദേശം നിങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവർ ലേഡി ഓഫ് മെഡ്ജിഗോർ മാതാവിൻ്റെ സന്ദേശങ്ങളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസങ്ങളിലും കാലഘട്ടങ്ങളിലും നമ്മളെല്ലാം കണ്ടതാണ്. മെഡ്ജിഗോറിൽ ഒരു വ്യക്തി ചെന്ന് അതിനെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ ദിവസങ്ങളിൽ യൂത്തിൻ്റെ വലിയൊരു പ്രോഗ്രാം മെഡ്ജിഗോറിൽ നടക്കാൻ പോവുകയാണ്. അനേകം യുവജനങ്ങൾ ഇന്നും ഒരുമിച്ച് കൂടുന്ന യുവജന മാനസാന്തരങ്ങൾ നടക്കുന്ന 2 സ്ഥലങ്ങളാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഒന്ന് നമ്മുടെ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ സ്ഥലവും മറ്റൊന്ന് മെഡ്ജിഗോർ മാതാവിൻ്റെ. ഇപ്പോൾ പ്രിയപ്പെട്ടവർ, അതിനു മുമ്പ് ഒരു അസ്വസ്ഥത വന്നെന്നുള്ളൂ. എന്നാൽ അവിടെ നടന്നത് എന്താണെന്നറിയോ? ഇത് സംഭവിച്ച അന്ന് തന്നെ അവരത് വൃത്തിയാക്കി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ വ്യക്തികളുടെ മാനസം, ഇതിന് ആരെല്ലാം ആണോ പ്രേരണ കൊടുത്ത് അവർക്കെല്ലാം മാനസം. ഇതാണ് സഭയിൽ എന്താ കാരണം? മാതാവ് അവിടെ പറഞ്ഞൊരു മെയിൻ കാരണം ഇതാണ്: സമാധാനം, സമാധാനം, സമാധാനം. ഈശോയുടെ സമാധാനം എൻ്റെ കുടുംബത്തിൻ്റെ രാജാവാകണം. ഈശോയുടെ സമാധാനം എൻ്റെ സഭയുടെ ആയുധമാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഈ ഒരു സന്ദേശത്തിൻ്റെ ആഴത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും സഭയുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഈ സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞെന്ന് മനസ്സിലാകുമ്പോൾ കൂടുതൽ നമുക്ക് ആഴത്തിൽ മനസ്സിലാകും. മെഡ്ജിഗോറിലെ പ്രത്യക്ഷീകരണം സഭ തീർച്ചയായിട്ടും അത്ഭുതകരമായി അലൗകികമായി സംഭവിച്ചതാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സഭ ഇത് ഔദ്യോഗികമായ ഒരു വലിയ പ്രഖ്യാപനത്തിലേക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. എന്നാൽ 2024 സെപ്റ്റംബർ 19-ാം തീയതി വിശ്വാസ കാര്യാലയത്തിൽ നിന്ന് ഒരു റിക്കാസി പുറപ്പെടുവിച്ചു. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇവിടുത്തെ നിലനിൽക്കുന്ന ആത്മീയ അനുഭവങ്ങൾ നല്ല ആത്മീയ ഫലങ്ങൾ ലഭിക്കുന്നുവെന്ന് സഭയ്ക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പൊതുവായ ഭക്തി അനുവദിച്ച് നൽകാമെന്ന് സഭ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ സഭ ഇപ്പോഴും അവിടെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള പൊതുവായ ആത്മീയ ശുശ്രൂഷകൾ അത് നന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് കണ്ട് സഭ അതിനെ അങ്ങനെ ഒരു രീതിയിൽ അംഗീകരിച്ചു. ഇന്നും സഭ അവിടെ വെളിപ്പെട്ട സാക്ഷ്യങ്ങളെ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളത് ചിന്തിക്കുകയാണ്. കുറേ നാളുകൾ കഴിയുമ്പോൾ സഭയുടെ പഠനം പൂർത്തീകരിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് ഒരു ലീഫ്ലെറ്റ് പോലെ എല്ലാവരിലേക്കും എത്തുന്നതാണ്. പ്രിയപ്പെട്ടവർ, എന്താണ് മെഡ്ജിഗോർ മാതാവ് നൽകിയ സന്ദേശങ്ങൾ?
ആ സന്ദേശം അറിയണമെങ്കിൽ സഭ ചിലത് അംഗീകരിച്ച് ചില സന്ദേശങ്ങളുണ്ട്. അതിൽ ചില സന്ദേശങ്ങളാണ് ഗർഭന്താളിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഒരു സന്ദേശം. അത് അവിടേക്കും പറഞ്ഞൊരു സന്ദേശത്തിൻ്റെ ഒരു പ്രധാന ആശയം ഇതാണ്: സമയം തീരാറായി. നമ്മുടെ സമയം തീരാറായി എന്ന് പറയുമ്പോൾ നാളെ അവസാനിക്കുന്നല്ല, അല്ലെങ്കിൽ യുഗാന്ത്യം പെട്ടെന്ന് വന്നു എന്നല്ല, മറിച്ച് നമ്മളൊക്കെയും പ്രിപ്പയർ ആയി ഒരുങ്ങിയിരിക്കണം. അതാണ് ഇവിടെ മാതാവ് പറഞ്ഞത്. നമ്മളെല്ലാവരും പ്രിപ്പയർ ആകണം. ചിലപ്പോൾ ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മരണങ്ങൾ സംഭവിക്കാം. എന്നാൽ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാനാണ് സമയം തീരാറായി. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ മരണം കള്ളനെ പോലെ വിളിക്കുമ്പോൾ ജീവിതത്തിൽ ഞാനും നിങ്ങളും കടന്നു പോകണം. മറ്റ് 2 സ്ഥലങ്ങൾ അക്കിത്തായിൽ മാതാവ് നൽകിയ ഒരു സന്ദേശം, ഒരു സിസ്റ്റർക്ക് നൽകിയ സന്ദേശം. മറ്റൊന്ന് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്. അത് ഒത്തിരി സന്ദേശമുണ്ട്. അവർ ലേഡി ഓഫ് ഗുഡ്സ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് വി പ്രിപ്പയർഡ് അവർ സെൽവ്സ്, ഒരുക്കത്തോടു കൂടിയായിരിക്കാം. മെഡ്ജിഗോർ പ്രധാനമായിട്ടും ഒരുക്കത്തിൻ്റെ സ്ഥലമാണ്. ആ മലമുകളിൽ പോകുന്നവർക്ക്, അല്ലെങ്കിൽ ആ ദേവാലയത്ത് പോകുന്ന ഒരു പ്രത്യേകത, ഒന്ന്, അവർ അനുതാപത്തിൻ്റെ ഒരുക്കം നടത്തും. 2, പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനങ്ങളെ ഭൂമിയിൽ കാണാൻ അനേകർ പ്രാർത്ഥിക്കും. അതുകൊണ്ട് മാനസാന്തര ധ്യാന കേന്ദ്രം എന്നാണ് ശരിക്കും മെഡ്ജിഗോറിനെ വിളിക്കുക. അവിടെ ഒരു റിപ്പൻറ്റൻസിൻ്റെ സ്ഥലം. അവിടെ ആര് പോയാലും ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു സമാധാനമാണ്, ഒരു ശല്യമില്ലാത്തൊരു സ്ഥലം. അനേകായിരങ്ങൾ വന്നാലും ഒരു ബഹളമില്ല, ആര് ചെന്നാലും നിശബ്ദരാകും. കാരണം അത് സമാധാനത്തിൻ്റെ മലമുകൾ എന്നറിയപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ആഴം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഇതിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത്, അവസാന കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ലോകത്തിന് വേണ്ടതെല്ലാം ഒരുക്കുന്നതിനുള്ള മാതാവിൻ്റെ പ്രയത്നമാണ് മെഡ്ജിഗോറിൽ നാം കാണുന്നത്. അവസാന കാലഘട്ടങ്ങളിൽ ഒരുക്കപ്പെടുന്ന ഒരു ജനത്തെ ഒരുക്കുന്ന മാതാവിൻ്റെ ഒരു പ്രവർത്തന സ്ഥലമാണ് യഥാർത്ഥത്തിൽ മെഡ്ജിഗോർ. ഇവിടെ ഒരേ സമയം 3 വഴികളാണ് മാതാവ് ഉപയോഗിച്ചത്. ഈ ഒരു കാര്യം പഠിപ്പിക്കാൻ മാതാവ് ചെയ്ത 3 വഴികൾ. പ്രധാനപ്പെട്ട ഒന്നാമത്തെ വഴി, സന്ദർശകരായ അല്ലെങ്കിൽ ഈ ദർശനം കിട്ടിയ 6 കുട്ടികളെ ഉപയോഗിച്ചാണ് ഈ ദർശനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത്. കുഞ്ഞു കുട്ടികളായിരുന്ന സമയത്താണ് ഇവർക്കിത് കൊടുത്തത്. പിന്നീട് ഇവർ വലുതാകുന്നതിനനുസരിച്ച് ഈ ദർശനത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ദർശകരായ ഈ മാതാവിനെ കണ്ട 6 കുട്ടികൾ, അവരിലൂടെ ലോകത്തിലേക്കുള്ള സന്ദേശങ്ങൾ നിരന്തരം മാതാവ് അവരിലൂടെ നൽകിയിരുന്നു. അതിന് ദൃക്സാക്ഷികളാകുവാൻ ലോകത്തിൽ പല ഇടങ്ങളിൽ നിന്നും പലരെയും കൂട്ടിയുണ്ട്. അപ്പോൾ ഈ മക്കളോട് പറയും, ഇന്ന ദിവസം ഇവിടെ ഞാൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, എല്ലാവരും അറിയിക്കാൻ പറയും. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജനം വരും. അവർക്ക് മാതാവിനെ കാണാൻ പറ്റില്ല, എന്നാൽ ചില അടയാളങ്ങൾ അവർക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ലോകത്തിൽ മെഡ്ജിഗോറിലെ സന്ദേശങ്ങൾ അറിയിക്കപ്പെടുന്നതും ഇന്നും അനേകര് തീർത്ഥാടനത്തിനായിട്ട് മെഡ്ജിഗോറിൽ പോകുന്നു. അപ്പോൾ വളരെയധികം ജനങ്ങൾ ഒത്തിരി പ്രാവശ്യം ചില സമയത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ മാതാവ് അവരുടെ മുന്നിൽ വെച്ച് തന്നെ അടയാളങ്ങൾ കാണിച്ചു കൊടുത്തു. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തത് നമ്മളത് ലൂർദിലും കാണുന്നുണ്ട്. ലൂർദിലെ ആ 3 കുട്ടികൾ ഇവരെല്ലാവരും വിളിച്ചു കൂട്ടിയപ്പോൾ സൂര്യൻ ഭൂമിയിലേക്ക് അടുത്തിറങ്ങി വരുന്ന ഒരു അനുഭവം, അവർ നനഞ്ഞിരുന്ന വസ്ത്രങ്ങളെല്ലാം പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതും തളർന്നു കിടന്ന രോഗികൾ എഴുന്നേക്കുന്നതുമായിട്ട് ലൂർദിലെ അവസാന അനുഭവത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഈ ഒരു സന്ദേശത്തിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഇത് 2 കുട്ടികളിലൂടെയാണ് പിന്നീട് ലോകം അറിയപ്പെടുന്നത്. 6 പേരുണ്ടെങ്കിലും ഇതിൽ 2 പേര് അവർ മാതാവിനെ ദർശിക്കുന്നില്ല, എന്നാൽ അവർക്ക് ആന്തരിക സംഭാഷണം, അവരുടെ ഉള്ളിൽ ഒരു സ്വരമായിട്ട് മാതാവ് അവരോട് സംസാരിക്കുമായിരുന്നു. അതിൻ്റെ ഘടനകളും അതുപോലെ സമാധാനം എങ്ങനെ ഈ ലോകത്തുണ്ടാകണമെന്നുള്ള ഘടനകളും ഈ 2 കുഞ്ഞുങ്ങളിലൂടെ മാതാവ് ലോകത്തെ അറിയിച്ചു. ഇതെല്ലാം ഇന്ന് സഭ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഭ പറഞ്ഞു, അതിൻ്റെ പൂർത്തീകരണം വരുന്നവരെ സഭ അതിൻ്റെ പ്രോസസ്സിലാണ്. എന്നാൽ അവിടെ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകൾക്കും പ്രാർത്ഥനകൾക്കും ദൈവജനത്തിന് പോകാനുള്ളത് 2024 സഭ പൂർണ്ണമായിട്ടും അതിനുള്ള അനുവാദങ്ങളും നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടികളിലൂടെ നടത്തപ്പെട്ട ചില സന്ദേശങ്ങളുടെ പ്രധാന ഇതാണ്. ഇതുവഴി മെഡ്ജിഗോറിൽ ലോകത്തെ അനുകരിക്കാവുന്ന ഒരു പ്രാർത്ഥന പാഠശാലയായി അതിനൊരുക്കി. അപ്പോൾ അവിടെ ഒരു പ്രത്യേക ആത്മീയ അഭ്യാസമുണ്ട്. അത് ലോകം മുഴുവൻ അറിയിക്കാൻ അവരൊരു സനഗല് പോലെ അവിടെ കുറച്ച് പേരെ ഈ 2 കുട്ടികളിലൂടെ ട്രെയിനിങ് കൊടുത്ത് മാതാവ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. മെഡ്ജിഗോറിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയവർ പറയുന്നത് ഇങ്ങനെയാണ്: അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന്, അനുതാപം തന്നെ വരാൻ തുടങ്ങും. 2, പരിശുദ്ധ കുർബാനയെ ഒത്തിരി സ്നേഹിക്കും, വചനത്തോട് താതാത്മ്യപ്പെടാൻ തുടങ്ങും. മറ്റൊന്ന്, ഉപവാസ പരിഹാര പ്രാർത്ഥനകൾ ചെയ്യാൻ തുടങ്ങും.
ഒരിക്കലും ഒരു വൈദികൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം പറയാണ്. വൈദികൻ മാത്രമല്ല, പലരും ഈ മലമുകൾ കയറി പോകണമെങ്കിൽ പ്രിയപ്പെട്ട അതിക്രൂര ഇങ്ങനെ മുള്ളുമൂന പോലെയുള്ള കല്ലുകളാണ്. നമുക്ക് എളുപ്പത്തിലൊന്നും കയറാൻ പറ്റില്ല. നമ്മൾ കാണുന്ന മലയാറ്റൂർ മല പോലും ഒന്നുമല്ല, ഭയങ്കര ഷാർപ്പ് കല്ലുകളാണ്. ഇവർ പറയാണ്, ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഈ വിദേശികളായവർ എപ്പോഴും നമ്മളറിയാലോ, അവർ ഷൂ ഉപയോഗിക്കുന്നവർ, അവർ ചെരുപ്പുകൾ നല്ല കൂടുതൽ ഷൂ ഉപയോഗിച്ച് നടക്കുന്നവർ. അതുകൊണ്ട് അവരുടെ കാല് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇവരെന്ത് ചെയ്യുന്ന പറയുക, ഈ ഷൂവയ്ക്ക് ഊരി വെച്ചിട്ട് ഈ മലമുകളിൽ നടന്ന് കയറും. അപ്പോൾ ഇവർ പറയാ, ശുശ്രൂഷകർ പോയവർ പറയാ, അച്ഛാ ഇങ്ങനെ ചോര കാണാം ഈ കല്ലുമ്മയ്ക്കും. കാരണം ഇവർ ഭയങ്കര സോഫ്റ്റായി ഈ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ ഈ കൂർത്ത കല്ലുകൾ കയറിയിട്ട് പൊട്ടും. ഒരു വേദനയില്ല. എന്നിട്ട് ചിലവരോടൊക്കെ ഇവർ ചോദിക്കും, പറയാം, അത് ഞങ്ങളുടെ ഒരു പരിഹാരം, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയി, ഞങ്ങളുടെ പൂർവികർ ചെയ്തതിന് ഒരു പരിഹാരം. അത് അവിടെ കാണാൻ നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഇതുപോലെ വിദേശ രാജ്യങ്ങളിലും മനുഷ്യരിത് ചെയ്യുമോ? പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു പ്രത്യേകതയാണ് ഈ പരിഹാര പ്രാർത്ഥനയുടെ അതുകൊണ്ട് അതൊരു പാഠശാലയാണ്. ശരിക്കും മെഡ്ജിഗോറി കാലഘട്ടത്തിൽ അനേകരെ പല കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിൽ ഒരുക്കത്തിൻ്റെ കാലഘട്ടങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് മാതാവ് ഒരുക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഒരു പ്രത്യേകത, ഇവയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ മാതാവ് തന്നെ നിയോഗിച്ച ഒരു കൂട്ടം പുരോഹിതര് അവിടെയുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. കുട്ടികൾക്കാണ് ഈ ദർശനങ്ങളും ഇതെല്ലാം കൊടുക്കുന്നതെങ്കിലും ഈ വൈദികർ ഒരിക്കലും ഇത് കാണുന്നില്ല, മാതാവിനെ കാണുന്നില്ല. എന്നാൽ ഈ കുട്ടികൾ വന്ന് പറയുമ്പോൾ ഈ പുരോഹിതർ ഒരു സംശയം കൂടാതെ അത് എഴുതി വയ്ക്കും, സഭയെ അറിയിക്കും, ആ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കും. അതിന് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ കുറച്ച് വൈദികരെ അവിടെ കൂട്ടിയിട്ടുണ്ട്. മാതാവ് കുട്ടികളോട് നൽകുന്ന സന്ദേശങ്ങൾ ഒട്ടും സംശയിക്കാതെ ഉത്തമ ബോധ്യത്തോടും അനുസരണത്തോടും കൂടെ അവ നിറവേറ്റിക്കൊണ്ടിരുന്നു. ഇതൊരു അത്ഭുതമായിട്ട് അവിടെ കാണാറുണ്ട്. എന്നിട്ട് പറയാ, കാരണം അവർ മാതാവിനെ കാണുന്നില്ലെങ്കിലും ആ കൊച്ചുകുട്ടികളിലൂടെ അമ്മ നൽകുന്ന സന്ദേശങ്ങൾ പാലിക്കാൻ ആ പുരോഹിതരെ ദൈവം ഒരുക്കി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ 3 സന്ദേശങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുരോഹിതനുണ്ട്. അതെങ്ങനെയാണ്? ശരിക്കും ഇന്ന് നമ്മൾ ആ രാജ്യത്ത് കേൾക്കുന്നത് ബോസ്നിയ എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. മുമ്പ് ആ രാജ്യത്തിൻ്റെ പേര് യുഗോസ്ലാവിയ എന്ന് പറഞ്ഞ പേരാണ്. ഇന്ന് അത് ബോസ്നിയ എന്നറിയപ്പെടുന്നു. അപ്പോൾ ആ നാട്ടിൽ ഒരു OFM അച്ഛൻ്റെ പേര് ഫാദർ ഡൊമിനിക് സ്ലാവ് എന്ന് പറയുന്ന OFM അച്ഛന് ഒരിക്കലുണ്ടായൊരു ദർശനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് ഇതൊക്കെ സംഭവിക്കുന്നത്. അദ്ദേഹം 1981 മെയ് മാസത്തിൽ റോമിൽ നടന്ന ഒരു പ്രാർത്ഥന സംഗമത്തിന് ഈ ഫാദർ ഡൊമിസ്ലാവ് പോവുകയാണ്. അവിടെ ചെല്ലുന്നു. അവിടെ ഒരു വലിയ പ്രാർത്ഥന സംഘം, അപ്പോൾ അവിടെ ഇങ്ങനെ സന്ദേശങ്ങൾ എടുക്കുന്ന ഒത്തിരി പേരുടെ ഇടയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ ആ ഗ്രൂപ്പിൽ ഏറ്റവും കൃപ നിറഞ്ഞ ഒരു സിസ്റ്ററാണ് സിസ്റ്റർ ബ്രൈജ് എന്ന് പറഞ്ഞ സിസ്റ്റർ. ഈ സിസ്റ്റർ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈശോ കൊടുക്കുന്ന സന്ദേശം അവരെ അറിയിക്കുന്നു. അപ്പോൾ ഈ അച്ഛൻ പോയി പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ഈ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു ദർശനം കാണിച്ചു തരുന്നുണ്ട്. ആ ദർശനം ഇങ്ങനെയാണ്: 2 ഗോപുരങ്ങളോട് കൂടിയ വെളുത്ത നിറത്തിലുള്ള ഒരു ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന ഇരിപ്പിടത്തിൽ അച്ഛൻ ഇരിക്കുന്നു. അച്ഛൻ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ അവിടെ അൾത്താരയിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകുന്നതായി ഒരു വലിയ ദർശനം കാണിക്കും. എന്നിട്ട് പറയുക, ആയിരക്കണക്കിന് യുവജനങ്ങൾ അതിൽ നിന്ന് പാനം ചെയ്തുകൊണ്ട് അവർ അനേകരിലേക്ക് ഈ ഒരു കൃപയെ കൊണ്ടുപോയി എത്തിക്കുന്നു. ഇതായിരുന്നു ദർശനം. ഇത് കഴിഞ്ഞപ്പോൾ ഈ അച്ഛന് ഭയങ്കര ആശ്ചര്യം തോന്നി. അച്ഛൻ എന്നിട്ട് പറഞ്ഞു, ഞാനിതങ്ങനെ വിശ്വസിക്കുന്നില്ല, എനിക്കിത് അവിശ്വസനീയമായിട്ട് തോന്നണം. കാരണം ഈ അച്ഛൻ പറയുകയാണ്, ഇതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, അദ്ദേഹം ജീവിക്കുന്ന ഈ രാജ്യത്ത് യുഗോസ്ലാവിയ എന്ന് പറയുന്ന ആ രാജ്യത്ത് ആദ്യം ഉണ്ടായ ഒരു അവസ്ഥ ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ. അവിടെ ഒന്ന് വിശ്വാസം ഭയങ്കരമായിട്ട് ക്ഷയിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, വലിയ ഞെരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും പള്ളിയിൽ യൂത്തൊന്നും വരാൻ സാധ്യതയില്ല. 2, ആ രാജ്യം അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് കത്തോലിക്ക സഭയോട് തീരെ അനുഭാവമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു ആ രാജ്യത്ത്. അങ്ങനെ ഈ 3-4 കാരണങ്ങൾ ഈ സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്ക്, ദൈവം പെട്ടെന്ന് ഇത് നടത്തുമെന്നാണ് പറയണേ, അതുകൊണ്ട് ഒരുങ്ങാൻ പറയും. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു. അന്ന് ആ റൂമിൽ നിന്ന് അച്ഛൻ തിരിച്ചു വന്നു. അച്ഛനൊരു ഇടവകയിൽ അന്ന് ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം 1981 ജൂൺ 24 വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ തിരുനാൾ ദിവസം വൈകുന്നേരം 6 കുട്ടികൾ ബോസ്നിയ എന്ന് പറയുന്ന ഈ സ്ഥലത്ത്, മെഡ്ജിഗോർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവരിങ്ങനെ ആടുകളെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അകലെ ഒരു പ്രകാശം കാണുന്നു. ഒരു സ്ത്രീയെ അകലെ കാണുകയാണ്.
അപ്പോൾ അന്നുണ്ടായിരുന്ന കുട്ടികൾ മരിയാന, ഇവാങ്ക, വിസ്ക, മിൽക്ക എന്ന പേരുള്ള കുട്ടികളായിരുന്നു. ഇവരിൽ ഇവാൻ എന്ന് പറയുന്ന 2 പേര്, ഒരേ പേരുള്ള 2 പേരുണ്ടായിരുന്നു. ഈ കുട്ടികളും ഇങ്ങനെ അകലെ ഒരു സ്ത്രീയെ കണ്ടു. അവർക്ക് മനസ്സിലായി ഇത് പരിശുദ്ധ അമ്മ തന്നെ. ഇവർ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന കുട്ടികളാണ്, പരിശുദ്ധ അമ്മയാണെന്ന് അവർക്ക് തോന്നി. എങ്കിലും അടുത്ത് ചെല്ലാൻ അവർക്ക് ഭയപ്പെട്ടു. അങ്ങനെ അവർ തിരിച്ചു പോന്നു. അങ്ങനെ മാതാവിനെ അകലേന്ന് ഒരു സ്ത്രീയെ കണ്ടു അവർ തിരിച്ചു പോന്നു. ഇത് ആരോടും പറയണ്ട എന്ന് അവർ തീരുമാനിച്ചു. എന്നാലും കുട്ടികളല്ലേ, അവർ നിഷ്കളങ്കമായ ഹൃദയത്തോട് അവർക്കറിയാവുന്ന അവരുടെ അമ്മാമ്മ, അപ്പച്ചൻ, അമ്മയോടൊക്കെ ഒന്നിങ്ങനെ പറയാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഇന്നലെ ഒരു ഇതുണ്ടായി. കാരണം ആ കാലഘട്ടങ്ങളിൽ തിന്മയുടെ സാന്നിധ്യം വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ വിച്ചുകാപ്സുകളൊക്കെയും പേടിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് ഈ കുട്ടികൾ ഈ കണ്ട കാര്യം അവരെ അറിയിച്ചു, പ്രിയപ്പെട്ടവരെ. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഇനി അവിടേക്ക് പോകണ്ട, ആ മലമുകളിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾക്ക് ഭയം കയറി. എന്നാലും അവർ പറഞ്ഞു അല്ല, അത് മാതാവ് തന്നെയാണ്. അതൊരു ശാന്തതയുണ്ടായിരുന്നു, മാതാവിനെ കാണുമ്പോൾ ഒരു കൃപയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ കാര്യങ്ങൾ കടന്നു പോകുന്നു. അപ്പോൾ അതിലൊരു കുഞ്ഞിൻ്റെ പേരാണ് ഇവാങ്ക എന്ന് പറഞ്ഞ കൊച്ച്. ആ കൊച്ചിൻ്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവം, ഈ കൊച്ചിൻ്റെ വിസ്ക എന്ന് പറയുന്ന ആ മകള് അതിൻ്റെ അമ്മാമ്മയോട് പറഞ്ഞു ഈ കാര്യം. ഇത് പറഞ്ഞപ്പോൾ ഈ അമ്മാവൻ പറഞ്ഞു, മോളെ ഇനി നീ ആ മലയുടെ മുകളിൽ പോകുമ്പോൾ കുറച്ച് ഹോളി വാട്ടർ കൊണ്ടുപോകണം, ഹന്നാവെള്ളം കൊണ്ടുപോകണം. ആ സ്ത്രീ മുന്നിൽ വരും, എന്ത് ചെയ്യണം എന്ന് പറയും, ഈ ഹന്നാവെള്ളം കൊണ്ട് തെളിക്കുമ്പോൾ തിന്മയാണെങ്കിൽ അത് ഓടിപ്പോ. അങ്ങനെ ഈ കൊച്ച് രണ്ടാമത്തെ ദിവസം ഇവർക്ക് ഇതേ സമയമായപ്പോൾ ഈ കുട്ടികൾക്ക് 6 സ്ഥലങ്ങളിൽ ഇരുന്ന കുട്ടികൾക്ക് ഉള്ളിൽ ഭയങ്കര പ്രേരണ, മലമുകളിൽ ചെല്ല്, ഞാൻ നിങ്ങളെ കാത്തുക്കുന്നു, അങ്ങനെ ഉള്ളിൽ ഭയങ്കരമായിട്ട് പ്രേരണ കിട്ടാണ്. അങ്ങനെ ഈ കുട്ടികൾ ഒരുമിച്ച് കൂടി അവർ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട്, നമുക്ക് പോയാലോ. അപ്പോൾ പിറ്റേ ദിവസം 25-ാം തീയതി 24-ാം തീയതിയാണ് ഇവർ ആദ്യമായിട്ട് കണ്ടത്. 24-ാം തീയതി പിറ്റേ ദിവസം ഇവർ ആ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുഞ്ഞ് എന്ത് ചെയ്തു, ഹന്നാവെള്ളം എടുത്ത് അവിടേക്ക് ചെല്ലാം. അവിടെ ചെന്നു. ഇവരിങ്ങനെ അകലെ നിന്ന് കണ്ടു. അന്ന് ചെന്ന കുട്ടികൾ മരിയാന, ഇവാങ്ക, വിസ്ക, അതുപോലെ എവാൻ, യാക്കുവ എന്ന് പറയുന്ന കുട്ടികളാണ്. ഇവരവിടെ ചെല്ലുന്നു. ഈ അന്നവെള്ളം എടുത്ത് അവിടേക്ക് തെളിക്കുകയാണ്. അപ്പോൾ മാതാവ് ചിരിച്ചു, ഈ കുഞ്ഞങ്ങനെ ചെയ്യണം കണ്ടപ്പോൾ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മാവ് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയുള്ള ആളാണെന്ന് അറിയാൻ. അപ്പോൾ മാതാവ് ചിരിച്ചു. പിന്നീട് ഇവരോട് സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, തലേദിവസം അവിടെ പോകാത്ത, തലേദിവസം പോയിരുന്നു, എന്നാൽ 25-ാം തീയതി അവിടെ പോകാത്ത 2 കുട്ടികൾക്ക് പിന്നീട് ഒരിക്കലും മാതാവിനെ അവർക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു കുട്ടികൾക്ക് മാതാവിനെ ദർശിക്കാൻ പറ്റി. അന്ന് അവിടെ പോയ കുട്ടികൾക്കാണ് മാതാവിൻ്റെ ദർശനം ഉണ്ടാകുന്നത്. മാതാവ് അവരോട് പറഞ്ഞു, ഞാനാണ് പരിശുദ്ധ കന്യക മറിയം, ഞാൻ സമാധാനത്തിൻ്റെ റാണിയാണ്. സമാധാനം ഈ ലോകത്തെ അറിയിക്കാൻ, അസമാധാനത്തിൻ്റെ ഒരു ലോകം ഈ ലോകത്ത് വ്യാപരിക്കുമ്പോൾ സമാധാനം സ്വർഗം ആഗ്രഹിക്കുന്നുവെന്ന് പഠിപ്പിക്കാൻ വന്ന സമാധാനത്തിൻ്റെ റാണിയാണ് ഞാൻ. അങ്ങനെ പരിശുദ്ധ അമ്മ അവരെ നിർദ്ദേശങ്ങൾ കൊടുത്തു. ജൂൺ 25-ാം തീയതി സമാധാനത്തിൻ്റെ റാണിയുടെ തിരുനാളായിട്ട് ആഘോഷിക്കപ്പെടണമെന്ന് അമ്മ അവരെ പഠിപ്പിച്ചു. തുടർന്ന് കുട്ടികളോട് മാതാവ് ആദ്യം സംസാരിച്ച ദിവസം ജൂൺ 25-ാം തീയതി, അന്നു മുതൽ സമാധാനത്തിൻ്റെ റാണിയുടെ പ്രത്യക്ഷീകരണ ദിവസമായിട്ടും തിരുനാളായിട്ടും ആഘോഷിക്കാൻ തുടങ്ങി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ കുറിച്ച് കുട്ടികൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: അമ്മയുടെ വരവിന് സൂചനയായിട്ട് ശക്തമായൊരു പ്രകാശം ഞങ്ങൾ കണ്ടു. അമ്മ വരുന്നതിന് മുമ്പ് ശക്തമായൊരു പ്രകാശം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാം, ആ പ്രകാശത്തിൻ്റെ മധ്യയിൽ നിന്ന് അമ്മ പുറത്തേക്ക് വരികയും ഒരു ചെറിയ മേഘപാളികളുടെ മേൽ നിൽക്കുന്നതായിട്ടും ഞങ്ങൾ കണ്ടു. അമ്മയെ കാണുക സുന്ദരിയായൊരു അമ്മയായിട്ട് ഞങ്ങൾ കണ്ടു. അമ്മയുടെ മുഖത്ത് ശാന്തതയുടെ സമാധാനത്തിൻ്റെ സൗന്ദര്യവും ഞങ്ങൾ ദർശിച്ചു. ഇവിടെ ഒരു പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്, അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ ശാന്തമാക്കുക, ഈശോയുടെ സമാധാനം പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഈ സംഭവം പുറം ലോകം അറിഞ്ഞതിന് ഒരു കാരണമുണ്ട്. ഇതെല്ലാം പുറം ലോകം അറിഞ്ഞപ്പോൾ അവിടെയുള്ള വൈദികൻ ഇവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക. ആ ദേവാലയത്തിൽ ഒത്തിരി പ്രാർത്ഥനകൾ നടക്കാൻ തുടങ്ങി. അന്ന് ആ ദേവാലയത്തിലിരുന്ന അച്ഛൻ്റെ പേര് ഫാദർ ജോസോ എന്ന് പറയുന്ന അച്ഛനാണ്. ഈ അച്ഛന് അവിടുത്തെ ഗവൺമെൻറ് ഒരു നിയമം വരച്ചു, ഇനി ഇവിടെ പള്ളിയിൽ ബലിയർപ്പിക്കരുത്, ഇവിടെ പ്രാർത്ഥന കൂട്ടായ്മ. അപ്പോൾ അവിടെ ഇങ്ങനെ അറിയാൻ പെടാൻ തുടങ്ങി, ഈ കുട്ടികൾ മാതാവിനെ കാണുന്നതൊക്കെയും. അങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങി. അത് നിയമത്തിൻ്റെ മുന്നിലെത്തി, രാജ്യത്തിൻ്റെ സംഹിതകളുടെ മുന്നിലെത്തി. അപ്പോൾ തടസ്സങ്ങൾ തുടങ്ങി. അധികാരികൾ എന്ത് ചെയ്യുന്നറിയോ, ഈ അച്ഛനെ തെറ്റായ ആരോപണങ്ങൾക്ക് വിധേയനാക്കിയിട്ട് അദ്ദേഹത്തെ ജയിലിൽ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്ത സമയത്താണ് നമ്മൾ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മെയ് മാസത്തിൽ ഒരു അച്ഛൻ റൂമിൽ പ്രാർത്ഥന കൂട്ടായ്മ പോയപ്പോൾ ഒരു സിസ്റ്റർ ദർശനം പറഞ്ഞു. അച്ഛൻ്റെ പേരിങ്ങനെയാണ്,
ഡൊമസ്ലാവ് എന്ന് പറയുന്ന അച്ഛൻ OFM അച്ഛനാണ്. ഈ അച്ഛൻ അവിടേക്ക് ചാർജ് എടുത്തു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ ആ നാട്ടിൽ ഈ അച്ഛനിലൂടെ ദൈവം വെളിപ്പെടുത്തിയ കാര്യം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടെ അനേകം യുവജനങ്ങൾ വരാൻ തുടങ്ങി, യുവജനങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാനസാന്തരങ്ങളുടെ ഒരു പറുദീസയായിട്ട് മെഡ്ജിഗോറിനെ ദൈവം മാറ്റി. ദൈവം ചിലത് മുൻകൂട്ടി ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ ഏത് ഗതിക്ക് പോയാലും ദൈവം ചില ഗതിവിഗതികളെ മുൻകൂട്ടി ഒരുക്കി, ചില വ്യക്തിത്വങ്ങളെ, ചില കുഞ്ഞുങ്ങളെ ദൈവം കൊണ്ടു. ഇതിന് ഒരു അടയാളമാണ് മെഡ്ജിഗോർ. 1981 തുടങ്ങി പ്രത്യക്ഷീകരണം 40 വർഷങ്ങളായിട്ട് നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ ദിവസം തോറും ഉണ്ടായിരുന്നു ഈ ദർശനങ്ങൾ. പിന്നീട് കാലഘട്ടങ്ങൾ മാറി ഒരു പ്രത്യേക തീയതികൾ കൊടുക്കും. ആ തീയതികൾ 13-ാം തീയതിയാണ് കൂടുതലായിട്ട് മാതാവോട് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഇങ്ങനെ അറിയിപ്പുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രത്യക്ഷീകരണങ്ങളിൽ 6 പേർക്കും വേറെ സ്ഥലത്താണെങ്കിലും ഇവർക്ക് ഒരേ സമയം തന്നെ ഈ സന്ദേശങ്ങൾ, ചിലർക്ക് ചെവിട്ടിലായിരിക്കും കേൾക്കുക, ചിലർ നേരിട്ട് കണ്ടിട്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദർശനങ്ങൾ ഈ 3 കുഞ്ഞുങ്ങളിലൂടെയും പല സ്ഥലങ്ങളിലൂടെയും പല വ്യക്തികളിലൂടെയും ഇത് വെളിപ്പെടുത്തി അവരെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് പറയുന്നത്, 2020 മാർച്ച് 18 മുതൽ ദർശനങ്ങൾ അവസാനിച്ചു എന്നാണ് മരിയാനയിലൂടെ. ഇപ്പോഴും അവസാനം വരെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മെഡ്ജിഗോറിൽ ചെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു സഹോദരിയാണ് മരിയാൻ. ആ മരിയാനോട് പറഞ്ഞു, 2020 മുതൽ മാർച്ച് 18 മുതൽ ദർശനങ്ങൾ അവസാനിച്ചു, എന്നാൽ ഈ ദർശനങ്ങൾ ജീവിക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് പഠിപ്പിക്കും. ഈ ദർശനക്കാരായ എല്ലാവരും 55 വയസ്സിന് മുകളിലുള്ളവരാണ് ഇപ്പോൾ പ്രായം. പ്രിയപ്പെട്ടവരെ, ഈ ദർശനത്തിൽ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ടത് ആകാശത്ത് വെളിപ്പെട്ട ഒരു അക്ഷരമാണ് MIR. അത് മെഡ്ജിഗോറിൽ ഇങ്ങനെ ഈ മുഖ്യ സന്ദേശമായിട്ട് ഇത് പ്രത്യക്ഷപ്പെട്ടത് ക്രൊയേഷ്യൻ ഭാഷയിലാണ് MIR എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ് പ്രിയപ്പെട്ടവരെ, സമാധാനം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. അവിടെ അന്നിങ്ങനെ ഈ ആകാശത്ത് ഇതിങ്ങനെ എഴുതി കാണിച്ചു MIR. എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ഉറാലകളിൽ മാതാവുമായി ബന്ധപ്പെട്ട MIR എഴുതുന്നതും, അല്ലെങ്കിൽ ചില ലോക്കറ്റുകളിൽ നമ്മൾ MIR കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്: എൻ്റെ എല്ലാ പുത്രന്മാരും പുത്രിമാരും ലോകം മുഴുവനോടും പറയുക, എത്രയും വേഗം സകലരെയും മാനസാന്തരം ഞാൻ ആഗ്രഹിക്കുന്നു. മാതാവ് ഈശോയുടെ സന്ദേശവുമായിട്ട് പഠിപ്പിച്ചതാണ്. ലോകത്തോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒട്ടും വൈകാതെ മാനസാന്തരപ്പെടുക. അങ്ങനെയെങ്കിൽ ലോകം സംരക്ഷിക്കപ്പെടും. ദൈവം എന്ത് ശിക്ഷയാണ് ലോകത്തിലേക്ക് അയക്കാനിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. എന്തൊക്കെയാണ് എന്ന് ഊഹിക്കാൻ പോലും നിങ്ങൾക്ക് ആവില്ല. മാനസാന്തരപ്പെടുക. പ്രത്യാഘാതങ്ങൾ എന്തെന്ന് ആയിരുന്നാലും അവയെ നേരിടാൻ തയ്യാറാകുക. ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്നവയെല്ലാം മാനസാന്തരത്തിനായി ഒരുക്കിയിട്ടുള്ളതാണെന്ന് തിരിച്ചറിയുക. ഏത് സഹനമാണെങ്കിലും, ഏത് വേദനയാണെങ്കിലും, ഏത് രോഗമാണെങ്കിലും, ഏത് പ്രതിസന്ധിയാണെങ്കിലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മാതാവ് പറയുന്നത് മാനസാന്തരം. മാനസാന്തരം, സ്വർഗരാജ്യം. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിക്കാൻ ഇതൊരു കൃപയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് തിരിച്ചറിയുക. 5 ഇങ്ങനെയാണ് 5 പില്ലേഴ്സ് ഓഫ് ദി ചർച്ച്. മെഡ്ജിഗോറിലെ പ്രധാന സന്ദേശങ്ങൾ ദ 5 പില്ലേഴ്സ് ആണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാനെടുത്ത 5 കല്ലുകളുടെ പ്രാധാന്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. 5 പില്ലേഴ്സ്. മാതാവ് അവരോട് പറഞ്ഞത്, ഈ 5 പില്ലറുകളിൽ ഒരു കുടുംബം സ്ഥാപിക്കപ്പെട്ടാൽ, ഈ 5 പില്ലറുകളിൽ ഒരു പുരോഹിതൻ സ്ഥാപിക്കപ്പെട്ടാൽ, ഈ 5 പില്ലറുകളിൽ ഒരു യുവാവ്, യുവതി, കുഞ്ഞം, കുടുംബം എല്ലാവരും ഒന്നായാൽ പിന്നെ തകർക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അതിൽ 5 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത് പറഞ്ഞത് പശ്ചാത്താപത്തോടുള്ള കുമ്പസാരം. കുമ്പസാരമല്ല, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് പശ്ചാത്താപം. പശ്ചാത്തപിച്ച് കുമ്പസാരിക്കണം. 2 അർത്ഥവത്തായ ബലിയർപ്പണവും ദിവ്യകാരുണ്യ സ്വീകരണം. അർത്ഥം മനസ്സിലാക്കി ആത്മീയമായ ഉണർവോട് കൂടിയ ബലിയർപ്പണവും അതുപോലെ ദിവ്യകാരുണ്യ സ്വീകരണം. 3ാമത്തത് ശരിയായ വിധത്തിലുള്ള പ്രാർത്ഥന, ജപമാല, കുടുംബ പ്രാർത്ഥന. ശരിയായ വിധത്തിലുള്ള ജപമാല ചെല്ലൽ, ശരിയായ വിധത്തിലുള്ള കുടുംബ പ്രാർത്ഥന, ശരിയായ വിധത്തിലുള്ള ആത്മീയ അഭ്യാസങ്ങൾ. 4ാമത്തത് പറയുന്നത് ലക്ഷ്യബോധത്തോടുള്ള വചനവായന. വെറുതെ വചനം വായിക്കില്ല, വെറുതെ വചനം എഴുതല്ല, ലക്ഷ്യബോധം. സ്വർഗം ലക്ഷ്യമാക്കിയിട്ടുള്ള വചനവായന, സ്വർഗം ലക്ഷ്യമായിട്ടുള്ള മാനസാന്തരത്തിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ശുശ്രൂഷകൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. 5ാമത്തത് ഉപവാസം.
ഈ 5 കാര്യങ്ങളെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പെട്ടെന്നൊന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ കുറച്ചുകൂടി ആഴത്ത് ചിന്തിക്കുക. ഇതാണ് മെഡ്ജിഗോറിലെ സന്ദേശം. ഇന്ന് സഭയിൽ ഈ 5 പില്ലറുകൾ അല്ലെങ്കിൽ ഈ 5 കല്ലുകൾ എടുക്കണം പ്രിയപ്പെട്ടവരെ. ഇത് എടുക്കാത്തൊരു ദിവസം പാടില്ല. അത് നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഈ വിശുദ്ധ ആംബ്രോസ് എന്ന് പറഞ്ഞ പിതാവ് പറയും ഇങ്ങനെയാണ്: കർത്താവിനെ മഹത്വപ്പെടുത്താൻ മറിയത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും ഉണ്ടായിരുന്നു. മാതാവ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മാതാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളുണ്ടായിരിക്കട്ടെ. ദൈവത്തെ ആനന്ദിപ്പിക്കുന്ന മറിയത്തിൻ്റെ ചൈതന്യം നമ്മളിലുണ്ടാകണം. ഈ ചൈതന്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അത് ചൈതന്യത്തിൻ്റെ ആഴത്തിലാണോ എന്ന് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ 1ാമത്തെ പില്ലറിൽ കിടക്കാണ്. അതാണ് പ്രയർ, പ്രാർത്ഥന. ഫസ്റ്റ് പില്ലർ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ 25, 1987 മാതാവ് ഇവർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: മക്കളെ, ഞാൻ നിങ്ങളെ വിളിക്കുന്നു പ്രാർത്ഥിക്കാനായി. കാരണം നമ്മുടെ ദൈവം പ്രത്യേക കൃപകൾ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുക, ദൈവത്തിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കൂടുതൽ കൃപ ലഭിക്കുന്നു. തീർച്ചയായിട്ടും ശരിയാ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. കാലഘട്ടത്തിനെ തിരിച്ചറിയാനുള്ള കൃപ വേണമെങ്കിൽ പ്രാർത്ഥിക്കണം. ദ പ്രയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇമ്പോസിബിൾ തിങ്സ് പ്രാർത്ഥന കൊണ്ട് പോസിബിൾ ആക്കാൻ പറ്റും. ഇമ്പോസിബിൾ ആയിട്ടുള്ള, സാധിക്കില്ലെന്ന് പറയുന്ന ചില കാര്യങ്ങളെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ പോസിബിലിറ്റി ആക്കാൻ ദൈവം കൃപ തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം പറയുക: ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഞാൻ ആരോട് ചേർന്ന് നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോഴാണ്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവം ചേർന്ന് നിൽക്കും, തിന്മയോട് ചേർന്ന് നിന്നാൽ തിന്മയും ചേർന്ന് നിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒരു കാര്യ നടപ്പ് പ്രാർത്ഥനയാകാതെ മറിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ആധ്യാത്മിക അഭ്യാസമായിട്ട്, ദൈവസ്നേഹത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപയായിട്ട് മാറണം. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യം: വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പ്രാർത്ഥനയുടെ 1ാമത്തെ ഘട്ടം വിശ്വാസം വർദ്ധിക്കുന്നതാകണം പ്രാർത്ഥന. പ്രിയപ്പെട്ടവർ, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 46-ാം വാക്യം: പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം പ്രാർത്ഥിക്കുക: പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മങ്ങളിൽ വൈവിധ്യം കാണിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയരുത് തോരാ പ്രാർത്ഥിക്കണേ, ഞങ്ങൾ കുറേ നാളായി ഈ കാര്യത്തിന് പ്രാർത്ഥന. നമ്മളെന്നറിയോ, പ്രാർത്ഥനയ്ക്ക് കണക്ക് പറയാ, വചനം പറയാ. പ്രാർത്ഥനയും മടുപ്പ് തോന്നുന്നറിയോ, നിനക്ക് പ്രാർത്ഥന എന്നത് എന്തോ കാണിച്ചു കൂട്ടല. മെഡ്ജിഗോറിൽ മാധവ് പറയാ: പ്രാർത്ഥിച്ചതിന്റെ കണക്ക് പറയരുതേ, പ്രാർത്ഥിച്ച് കൃപ നേട്. ഗതിവിഗതികളെ തിരിച്ചറിയുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഒരു ജപമാല ചെല്ലുമ്പോഴും 1000 മണി ജപമാല ചെല്ലിയ പോലെ പറയരുതേ, അത് നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരും. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വചനം പറയാ: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് വിശ്വാസമാണ്. ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിൽ എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിനറിയാം അതെങ്ങനെ ചെയ്തു തരണം. പ്രിയപ്പെട്ടവരെ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണെന്ന് പറയും പരിശുദ്ധ അമ്മ അവരെ പഠിപ്പിച്ചത്. 1, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. 2, അവരെ പഠിപ്പിച്ചത് പൂർണ്ണ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. 3-ാമത്തത് ഉപേക്ഷകൾ നൽകി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു: ഇത് വേണ്ടട്ടോ, ഇവരോട് ക്ഷമിക്കട്ടോ. അത് ചെയ്യാനുള്ളൊരു പ്രേരണ കൊടുത്തു. ഇന്നും മെഡ്ജിഗോറിൽ അവരെ പഠിപ്പിച്ച പ്രാർത്ഥനാ രീതികളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതൊരു പാഠശാലയാണ് മെഡ്ജിഗോർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 4-ാമത് പറഞ്ഞ് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൽ എത്രമാത്രം ഞാൻ ഇൻവോൾവ്ഡാണ്, ഞാൻ എത്രമാത്രം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു, അതെത്രമാത്രം എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ എന്താണെന്ന് മാതാവ് അവർ പഠിപ്പിച്ചു. 1-ാമത്തത് ആത്മീയ സന്തോഷം കിട്ടും നന്നായി പ്രാർത്ഥിക്കുന്നവർക്ക്. 2, പഴയ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതൽ അവർക്ക് ലഭിക്കും. 3-ാമത്തത് കൊടുത്തത് ദൈവാനുഭവങ്ങളും വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കൃപകളും അവർക്ക് മെഡ്ജിഗോറിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്. നമുക്കും വീട്ടിലിരുന്ന് ഇത് പ്രാർത്ഥിക്കാവുന്ന. പിന്നെ പറയാ, അങ്ങനെ സ്വർഗത്തിൻ്റെ വരവിനെ കുറിച്ച്, സ്വർഗത്തിൽ പോകാനുള്ള തീഷ്ണതയെക്കുറിച്ചും 2-ാം വരവിനെ കുറിച്ചും അവരുടെ ഉള്ളിൽ ബോധ്യങ്ങൾ നൽകി.
ഇതാണ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുന്നത്. എന്നിട്ട് പരിശുദ്ധ അമ്മ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക, വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. അതിനെ അവർക്ക് പറഞ്ഞു കൊടുത്തു. വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്ഥനായ പിതാവും 7 നന്മ നിറഞ്ഞ മറിയുമും ഒരു ത്രിത്വസ്തുതിയും ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന ജീവിതം തുടങ്ങുക. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനൊരു പ്രാർത്ഥന മെത്തേഡ് അവർ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥന തുടരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന ഒരിക്കലും തളരാതെ പോകില്ല. മറ്റൊന്ന് പറഞ്ഞത്, കുടുംബ പ്രാർത്ഥന മുടക്കരുത്, കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. പിന്നെ പറഞ്ഞത്, പൂർണ്ണമായ ജപമാല ധ്യാനിക്കുക. 4 രഹസ്യങ്ങൾ, ദിവ്യ രഹസ്യങ്ങൾ, സന്തോഷം, ദുഃഖം, അതുപോലെ മഹത്വം, അതുപോലെ പ്രകാശം. ഈ 4 ദിവ്യ രഹസ്യങ്ങൾ പൂർണ്ണമായിട്ട് ധ്യാനിക്കുക. എന്നിട്ട് പറയാണ്, സമൂഹമായിട്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. അതൊരു വലിയ കൃപ. അതാണ് 1000 മണി ജപമാല എന്ന് പറയുന്നത്. 1000 മണി ജപമാല എന്ന് പറയുന്നത് സമൂഹമായിട്ട് ഈ 4 ദിവ്യ രഹസ്യങ്ങളെ ധ്യാനിച്ച് 20 രഹസ്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒന്നാമത് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, പ്രാർത്ഥിക്കുന്നവരെ പിശാചിന് സ്പർശിക്കാൻ പോലും സാധിക്കില്ല. അതാണ് മാതാവ് പറഞ്ഞു കൊടുത്തത്. പ്രാർത്ഥിച്ച് 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 നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറണം. രണ്ടാമത്തത് ഉപവാസമാണ്, ഫാസ്റ്റിംഗ്, ഉപവാസം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമവും പുതിയ നിയമവും സഭയുടെ പാരമ്പര്യങ്ങളും അതുപോലെ സഭയുടെ പഠനങ്ങളും നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. തിന്മയ്ക്കെതിരെ പോരാടാൻ നമ്മൾ എന്തു ചെയ്യണം? ഉപവസിക്കണം. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ആ സമയങ്ങളിൽ ദൈവത്തോട് കൂടെ വസിക്കണം. ഞാൻ ഒന്ന് ഉപേക്ഷിക്കുമ്പോൾ എന്തോ നേടാൻ എനിക്കുണ്ടാകണം. ഉപേക്ഷകൾ ഉണ്ടാകുമ്പോൾ അപേക്ഷകന്റെ മുന്നിൽ ഇരിക്കാനുള്ള മനസ്സുണ്ടാകണം. ഇന്ന് പലരും ഉപേക്ഷ വരുത്തുന്നു, എന്നാൽ പല കാര്യങ്ങളിൽ ഓടി നടക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, മർത്ത നീ പല കാര്യങ്ങളിലും വ്യാപൃതയാണ്. അവൾ ഉപേക്ഷിച്ചു. അവൾ ഭക്ഷണം ഉണ്ടാക്കാനോ ഭക്ഷണം വയ്ക്കാനോ ഭക്ഷണത്തെക്കുറിച്ചോ ഈശോയ്ക്ക് എന്ത് കൊടുക്കണമെന്നോ മറിയം ചിന്തിച്ചില്ല. അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്ത് എന്ത് ചെയ്തു? അവൾ ഉപവാസം അനുഷ്ഠിക്കുക മാത്രമല്ല, ഈശോയോട് കൂടെ ഇരുന്നു. മർത്ത എന്ത് ചെയ്തു? ഇങ്ങനെ ഉപവസിച്ചും ചെയ്തു, കർത്താവിന് വേണ്ടി പണിയെടുത്ത് അവൾ പല കാര്യങ്ങളിൽ വ്യാപൃത. ഇന്ന് പല ഉപവാസങ്ങളും മർത്തയുടെ ഉപവാസം പോലെയാണ്. എന്നാൽ മറിയത്തിൻ്റെ ഉപവാസം വരുന്നിടത്താണ് മാതാവ് പഠിപ്പിക്കുന്നത്. അതാണ് കൃപ. എന്ന് പറയാ, ഓരോ വിശുദ്ധ ഭക്ഷണത്തിനോ ഓരോ വിശുദ്ധ കാര്യങ്ങൾക്കോ ഒരുക്കമായി ആരംഭിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് ഉപവാസം. ഒന്ന് പറയാണ്, ഒരു വിശുദ്ധ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ഉപവസിക്കുന്നു. എന്താണ്? പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. വിശുദ്ധ ഭക്ഷണത്തിന് വേണ്ടി, വിശുദ്ധ ശരീരത്തിന് വേണ്ടി ഞാൻ അതിനു മുമ്പ് എൻ്റെ ശരീരത്തിൽ മറ്റു പല ഭക്ഷണം കൊടുക്കാതെ ഒരുക്കുന്നു. നമ്മൾ പറയുന്നത് കുർബാനയ്ക്ക് 1 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കണം, കർത്താവിനിരിക്കാനുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ മാതാവ് പഠിപ്പിക്കുന്നത്. 2, വിശുദ്ധ കാര്യങ്ങൾക്ക് ഒരുക്കമായി. ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരുക്കമായിട്ട് അതിനുവേണ്ടി ഉപവസിക്കണം. ഇതാണ് ഉപവാസത്തിൻ്റെ അടിസ്ഥാനം. പലപ്പോഴും ഇന്ന് ഉപവാസം പോകുന്നത് ജോലി കിട്ടാനുള്ള ഉപവാസം, പിന്നെ വീട് കിട്ടാനുള്ള ഉപവാസം, കല്യാണം കഴിക്കാനുള്ള ഉപവാസം. എന്നാൽ അത് വിവാഹം വിശുദ്ധമായി തീരാനല്ല, എന്തോ ഒരു കാര്യത്തിന് വേണ്ടി. അതുകൊണ്ട് ഉപവാസം എന്നതൊരു ത്യാഗത്തിൽ നിന്നല്ല, ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് മാത്രമാണ്. ഉപവാസം നമ്മുടെ പാപം മൂലം ഉണ്ടാകുന്ന മുറിവുകളെ പ്രതിവിധിയായിട്ട് ദൈവം തരുന്ന ഒരു മരുന്നാണ് ഉപവാസം. മാതാവ് പഠിപ്പിച്ച അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ പാപം വരുത്തി വെച്ച മുറിവുകൾക്ക് ഉപവാസ പരിഹാര പ്രാർത്ഥനകൾ ഉണക്കുന്ന പറയണം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 18-ാം വാക്യം, രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചുകൂട്ടി, വിനോദങ്ങൾ അവൻ പരിത്യജിച്ചു, നിദ്ര അവനെ സമീപിച്ചില്ല. കണ്ടോ, അവൻ്റെ ജീവിതത്തിൻ്റെ പരിഹാരങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സുഖലോലുപതയുടെ കഴിഞ്ഞ കാലങ്ങൾക്ക് പരിഹാരമായിട്ട് അവൻ ജാഗരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയണത് ദാനിയേൽ. ന്യായാധിപന്റെ പുസ്തകം 20-ാം അധ്യായം 26-ാം വാക്യം, അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിൻ്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. കൊണ്ടോ, അപ്പൊ ദൈവത്തിന്റെ മുന്നിൽ ബലി അർപ്പിക്കാൻ ഉപവാസത്തിന്റെ ഒരു കൃപ വേണം. സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം പറയാ, ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസത്തോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവർ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഇന്ന് അനേകരുണ്ട് കേട്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന. ഇന്ന് അനേകം കൂട്ടായ്മകളുണ്ട്, ഇന്ന് അനേകം വൈദികരുണ്ട്, അനേകം ശുശ്രൂഷകരുണ്ട്. അവരെ ആരും കാണുന്നില്ലെന്നുള്ളൂ. കാണാതിരിക്കുന്നത് നല്ലത്. അതുകൊണ്ട് ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. എലിയായെപ്പോലെ ഗുഹകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. അത് നമ്മൾ ആഘോഷിക്കപ്പെട്ടാൽ പിന്നെ അവർക്ക് അതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ചെയ്യുന്നവരൊത്തിരി പറയുന്നു, ചെയ്യാത്തവരൊത്തിരി പറയുന്നു, ചെയ്യുന്നവർ പലരും ഉള്ളിൽ
മറഞ്ഞിരിക്കുക നല്ല കാര്യമാണ്. മറഞ്ഞിരുന്ന് ചെയ്യുന്ന നല്ലത്, ചെയ്തത് ആരും അറിയാതെ ചെയ്യുന്ന നല്ലത്. ദൈവം മാത്രമേ അറിയാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ മനുഷ്യന് വ്യഗ്രതകൾ ഉണ്ടാകുമ്പോൾ ഉപവാസങ്ങളും പ്രാർത്ഥനകളും അവൻ്റെ ജീവിതത്തിൽ അത് പഠിപ്പിക്കും. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകണ്ട. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആകുലതയാണ് എന്ത് ഭക്ഷിക്കും, എന്ത് ധരിക്കും, എന്ത് ചെയ്യും, എവിടേക്ക് പോകും, എങ്ങനെ ജീവിക്കണം, എന്ത് കിട്ടണം എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇതൊരു ആകുലതയാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റീവാണ്. ദൈവത്തിന് ആശ്രയിക്കാൻ പറ്റുന്നില്ലെന്നേ. നമ്മൾ നമ്മിലും നമ്മുടെ കഴിവിലും ആശ്രയിച്ചു. ദൈവാശ്രയം എന്ന് പറയുന്നത് എല്ലാം അടഞ്ഞിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇനി തുറക്കപ്പെടണം. ഓഗസ്റ്റ് മാസത്തിലെ 14, 1984 മാതാവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്: ഉപവാസം ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ എടുക്കുന്ന നല്ലതാണ്. ദിവസങ്ങൾ ബുധനും വ്യാഴാഴ്ചയുമാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉപവാസം ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നൊരു ത്യാഗമാകണം. എൻ്റെ ഉപവാസം എനിക്ക് വേണ്ടിയോ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എൻ്റെ ഒരു ത്യാഗമായിട്ട് ഉപവാസത്തെ കാണണം. എന്നിട്ട് മാതാവ് അവരോട് പറഞ്ഞു, നാം ഉപവസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം. ഒന്ന്, സ്നേഹത്തോടെ ഉപവസിക്കണം. ചെയ്ത കൂട്ടായ്മകൾ നമ്മൾ ചെയ്യുമ്പോൾ, ഉപവസിക്കുമ്പോൾ അത് സ്നേഹം കൊണ്ടാണ്. പരാതി പറയരുത്, ഞാൻ ഇങ്ങനെയൊക്കെയും ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് പറയരുത് മാതാവ് പറഞ്ഞു. 2, പ്രത്യേക നിയോഗത്തോടെ വേണം ഉപവസിക്കാൻ. ഒരു നിയോഗം വേണം. കർത്താവേ, എൻ്റെ വിശുദ്ധി, എൻ്റെ ജഡത്തിൻ്റെ വിശുദ്ധി, എൻ്റെ ആന്തരിക വിശുദ്ധി, എൻ്റെ ബാഹ്യ വിശുദ്ധി, എൻ്റെ കണ്ണിൻ്റെ വിശുദ്ധി, എൻ്റെ ജീവിതത്തിന് ഈ ഉപവാസം കഴിയുമ്പോൾ ഒരു കെട്ടഴിഞ്ഞു പോകണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 3-ാമത് പറഞ്ഞു കൊടുത്തത്, നമ്മുടെയും ലോകത്തിൻ്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെക്കണം. ഒരു ഉപവാസത്തിൽ നിന്ന് അനേകർ രക്ഷപ്പെടണം. ഏതെങ്കിലും ഒരു പ്രതിസന്ധി സഭയിലുണ്ടെങ്കിൽ അതിനു വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുന്നിലുള്ള ഒരു വലിയ ദൈവിക വിശ്വാസം നശിപ്പിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് നിയോഗം വയ്ക്കണം. 4-മത്തത്, ദൈവത്തോടുള്ള സ്നേഹത്താലും തിന്മയോടുള്ള പോരാട്ടത്തോടും കൂടി ഉപവസിക്കണം. ദൈവത്തോടുള്ള സ്നേഹത്തോട് ഉപവസിക്കണം. മറ്റൊന്ന്, തിന്മയെ പോരാടുന്ന രീതിയിൽ ഉപവസിക്കണം. ഈ 4 കാര്യങ്ങളാണ് ഉപവാസത്തിന് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ കാര്യത്തിൽ കിടക്കാണ്. 3-ാമത് പറഞ്ഞത്, ദ ഡെയിലി റീഡ് ബൈബിൾ ആൻഡ് വിത്ത് മെഡിറ്റേഷൻ. വചനം വായിക്കുകയല്ല, അത് ധ്യാനിച്ച് ജീവിതത്തിൽ സ്വന്തമാക്കുക. അത് മാധവ് പ്രത്യേകം പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. എല്ലാ ദിവസവും വചനം വായിച്ച് ധ്യാനിച്ച് ജീവിക്കുക. പരിശുദ്ധ അമ്മ തിരുവചനത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ദുഃഖിതയാണ്. നമ്മൾ മാതാവിൻ്റെ പാരിഷൻസിലെല്ലാം വചനത്തെക്കുറിച്ച് മാതാവ് കൊടുക്കുന്ന സന്ദേശങ്ങളിൽ മാതാവ് വളരെ ദുഃഖിതയാണ്. കാരണം മനുഷ്യർ വചനം വായിക്കുകയോ ജീവിക്കുകയോ വചനത്തെ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ലെന്ന് മാതാവ് പറയാം. കാരണം ഇത് ദൈവമാണ്. പ്രിയപ്പെട്ട വചനം എന്ന് പറയുന്നത് ആരാ? ദൈവമാണ്. ഈ ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനം നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലിരിക്കുന്ന ബൈബിളിന്, അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ ഈശോയെ നീ ആണല്ലോ 2 മെഴുതിരി കത്തിച്ച് വയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു സക്രാരിയിലിരിക്കുന്ന തിരുവോസ്തിക്ക് കൊടുക്കുന്ന ആ ബഹുമാനം കൊടുക്കണം എന്നാണ് പറയുന്നത്. വത്തിക്കാൻ സെക്കൻഡേക്കും പറയുന്നത്, വചനം എന്ന് പറയുന്ന യോഹന്നാൻ സുവിശേഷം പറയുന്നില്ലേ, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇത് നമ്മൾ മറക്കരുത്. വചനം ദൈവമായിരുന്നു. നിലത്ത് വയ്ക്കാൻ പറ്റൂ. ഒരിക്കലും ഒരു പയ്യൻ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്, അച്ഛാ എന്തോരം പേരെ ബൈബിള് നിലത്ത് വെച്ചിട്ട് അവർ കസേരയിലിരിക്കുക. ഒരു ധ്യാന സെൻറ്ററിൽ, അല്ലെങ്കിൽ പല സെൻറ്ററുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, ബൈബിള് നിലത്ത് വയ്ക്കും, ഇവർ കസേരയിൽ കയറിയിരിക്കും. ശരിക്കും എന്താ ചെയ്യണ്ടേ? ബൈബിള് കസേര വെച്ച് നമ്മൾ നിലത്തിരിക്കണ്ടേ? നമ്മുടെ ദൈവത്തിനല്ല സീറ്റ് കൊടുക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴേക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല കേട്ടോ, നമ്മുടെ അറിവില്ലായ്മ, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാനുള്ള ബോധ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറയാ, ഈ ലോകത്തിലുള്ള എല്ലാ ബുക്കുകളും കൂട്ടി ഒന്നാക്കിയാലും വചനത്തോളം ഒന്നാകില്ല. അത് ഫൗസ്റ്റീനയുടെ ഡയറി, അതുപോലെ അമ്മ ത്രേസ്യയുടെ ആഭ്യന്തര കർമ്മ്യം, ഭയങ്കര സ്പിരിച്വാലിറ്റി ഉള്ള പുസ്തകങ്ങളെല്ലാം കൂട്ടിവെച്ചാലും ഈ പുസ്തകത്തോളം ആകില്ല. കാരണം all other Catholic book written under the inspiration of the Holy Bible, but Holy Bible written under the inspiration of the Holy Spirit. വത്തിക്കാൻ സെക്കൻഡ് പഠിപ്പിക്കുന്നതാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് വായിക്കുമ്പോൾ തന്നെ നിന്റെ കണ്ണുകൾ, ചിന്തകൾ ആത്മാവിനാൽ ജ്വലിക്കപ്പെടാനായിട്ട് കൃപ കിട്ടും. 2 തിമോത്തി 3:16 പറയുക, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവ നിവേശിതമാണ്,
1 തെസ്സലോനി 2:13 പറയുക, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, പിന്നെയോ യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. മനുഷ്യരിൽ നിന്ന് കിട്ടിയൊരു വചനമായിട്ട് ഇതിനെ കാണരുത്. പൗലോസിൽ നിന്ന് കിട്ടിയതായിട്ട് കാണരുത്. പത്രോസിൽ നിന്ന് കിട്ടിയതാണ്, യോഹന്നാൻ മത്തായിൽ നിന്ന് കിട്ടിയതായിട്ട് കാണരുത്. മറിച്ച് ദൈവത്തിൻ്റെ വചനമായിട്ട്, ദൈവനിവേശിതമായിട്ട് ഇതിനെ കാണണം. അതാണ് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം പറയുക, അജ്ഞത നിമിത്തം എൻ്റെ ജനം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. കാരണം എന്താ? ദൈവവചനം അറിയാത്തതുകൊണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായം 13-ാം വാക്യം പറയുക, എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം 22 വാക്യം പറയുക, അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. കണ്ടോ, ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ കാതുകളിലും ഹൃദയത്തിലാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യം, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് മാധവ് പറഞ്ഞു, മക്കളെ, വചനത്തെ നിസ്സാരവൽക്കരിക്കരുത്. ഒക്ടോബർ 18, 1984 മാതാവ് മെഡ്ജിഗോറിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞ, പ്രിയ കുഞ്ഞേ, ഞാൻ നിന്നെ വചനം വായിക്കാൻ ക്ഷണിക്കുന്നു. നിന്റെ ഭവനത്തിൽ എല്ലാവരും ദർശിക്കുന്ന വിധത്തിൽ ഒരു സ്ഥലം വചനത്തിനായി സ്ഥാപിക്കണം. അവിടെ ഇരുന്ന് വചനം വായിക്കണം. കണ്ടോ, ഈ മെഡ്ജിഗോർ ഒരു പാഠശാലയാണെന്ന് പറയുന്നത് വെറുതെ അല്ല. മാതാവ് ഒക്ടോബർ 18, 1984 ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, പ്രിയ കുഞ്ഞേ, ഞാൻ നിന്നെ വചനം വായിക്കാൻ ക്ഷണിക്കുന്നു. നിന്റെ ഭവനത്തിൽ എല്ലാവരും കാണുക, ദർശിക്കാനായിട്ട് വചനം വയ്ക്കുന്ന ഒരു സ്ഥലം വേണം. പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെ വീട്ടിൽ വലിയ ഇത് പണിയും, വലിയ വീട്, അടുക്കളയ്ക്കൊരു സ്ഥലം, ഊട്ടുമുറിക്കൊരു സ്ഥലമല്ല, എന്നാൽ പ്രാർത്ഥിക്കാൻ ഒരു ചെറിയ ചുമരിൻ്റെ ഒരു സൈഡ് എടുക്കും. എന്നിട്ട് അവിടെ ബൈബിൾ എവിടെ ഇരിക്കണേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവ് മാധവ് പറയുക, വചനം ശരിക്കും പ്രതിഷ്ഠിക്കാം. വചന പ്രതിഷ്ഠ നടത്തുന്ന വീടുകളല്ലേ നമ്മുടെ, വചന പ്രതിഷ്ഠ നടത്തുന്ന ഇടവകകളല്ലേ? എവിടെയാണ് നമ്മൾ വചനം പ്രതിഷ്ഠിക്കുന്നത്? നമ്മുടെ ഒരു ഇടവക പള്ളിയിൽ ബൈബിളിനെ പ്രതിഷ്ഠിക്കാൻ ഒരു സ്ഥലമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ കണ്ടുണ്ടോ, സക്രാരി ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്ത് ബൈബിൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പല പള്ളികളിലും. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് അപ്പത്തിൻ്റെ രൂപത്തിലുള്ള ദൈവവും ഇത് വചനത്തിൻ്റെ രൂപത്തിലുള്ള ദൈവമാണെന്ന് പഠിപ്പിക്കുക. മാതാവ് ഇത് പറയണേ, നമ്മൾ വചനത്തെ ആദരിച്ചാലേ വചനം പറയുന്ന നിത്യജീവന് നമ്മുടെ ഉള്ളിൽ കിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതിൻ്റെ മഹിമ പറയാൻ നിൽക്കുമ്പോൾ ദൈവിക സന്ദേശങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഫെബ്രുവരി 14, 1985 മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറഞ്ഞത്, എല്ലാ കുടുംബങ്ങളിലും സന്യാസ ജീവിതങ്ങളിലും വചന വായനയും നിർബന്ധപൂർവം നടത്തണം. എല്ലാ കുടുംബങ്ങളിലും കമ്മ്യൂണിറ്റിയായി ജീവിക്കുന്നവർ ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കണം. അവിടെ വചനം കുറച്ചുകൂടി ആഴത്തിൽ അവരുടെ ഉള്ളിൽ. 4-ാമത്തെ കാര്യത്തിൽ കിടക്കുകയാണ് പ്രിയപ്പെട്ട. 4-ാമത്തെ പില്ലറാണ് കുംഭസാരം, കൺഫഷൻ. പ്രിയപ്പെട്ടവരെ, മെഡ്ജിഗോർ, ലൂർദ്, ഫാത്തിമ ഇവിടേക്കും പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ, മറ്റുള്ളിടത്തേക്ക് ഇങ്ങനെ കുറഞ്ഞു വന്നെങ്കിലും മെഡ്ജിഗോറിൽ പ്രിയപ്പെട്ടവരെ കുംഭസാരം ഇല്ലാത്തൊരു സമയമില്ല. 24 മണിക്കൂറും കുംഭസാരമാണ്. പ്രിയപ്പെട്ടവർ, ഞാനിങ്ങനെ ഞാൻ അവിടെ പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ, എന്നാൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തോരം നേരം എന്നറിയോ, ഒത്തിരി പേര് ഇങ്ങനെ കുംഭസാരിച്ചിട്ടിരിക്കും. അതോ ഏത് ഭാഷയിലുള്ള കുംഭസാരത്തിനും അവിടെ സൗകര്യം ഉണ്ടെന്നാണ് പറയണത്. അതിങ്ങനെ കുംഭസാരൻ ഇങ്ങനെ ഒരു ചാപ്പല് പോലെയാണ്. എല്ലാ മനുഷ്യരും അവിടെ, ആരും ടൂറ് പോലെ പോകുന്ന പലരും ഉണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ മുട്ടുകുത്തി കരയാൻ തുടങ്ങും, മാനസാന്തരപ്പെടാൻ തുടങ്ങും. അതെന്ത് കാരണം എന്നറിയോ? ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളല്ല വേണ്ട, മാനസാന്തരങ്ങളാണ്. ഇത് മാതാവ് പഠിപ്പിക്കുക കേട്ടോ. നമ്മൾ ഈ അത്ഭുതത്തിൻ്റെ പുറകെ പോകുമ്പോൾ അനേകര് മാനസാന്തരം മറക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ പാരിഷൻസ് പഠിച്ചാൽ ശരിക്കും നമ്മുടെ ഉള്ളിൽ ചങ്കൂട്ട് നമ്മൾ പറയുന്നതെന്നറിയോ, ഇങ്ങനെയൊന്നും ജീവിച്ച പോരാ, ഇങ്ങനെയൊന്നും ജീവിച്ച പോരാ. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിയണം, ഇങ്ങനെയൊന്നും ജീവിച്ച പോരെ പ്രിയപ്പെട്ടവരെ. വല്ലോണൊക്കെ ജീവിച്ച നല്ലോണം സ്വർഗത്തിൽ പോകും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, ചേട്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ ജീവിച്ച് സ്വർഗത്തിൽ പോകും? എല്ലാവരും കൈതാഴ്ത്തിടും. അവർക്കറിയാന്നേ ഇങ്ങനെയൊന്നും ജീവിച്ച പോരാ, ഇനിയും കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കണം. ജനുവരി 26-ാം തീയതി 1981 പരിശുദ്ധ അമ്മ നിർബന്ധമായും എല്ലാവരോടും മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കണമെന്ന് നിർബന്ധപൂർവം അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞു. എല്ലാവരോടും നിങ്ങൾ അറിയണം മാസത്തിൽ കുമ്പസാരിക്കും. എന്നിട്ട് പ്രിയപ്പെട്ടവർ, അന്ന് കൂട്ടിച്ചേർക്കുക, ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കുന്നത് കൃപയിൽ വളരാൻ നല്ലതാണ്. മാസത്തിൽ എന്തായിരുന്നു? കൃപയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം?
ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:13 പറയാ, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് ദൈവത്തിൽ നിന്ന് കരുണ 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 ലഭിക്കും. കേട്ടോ, അപ്പൊ കരുണ ലഭിക്കണമെങ്കിൽ ഏറ്റുപറയണം. ഫിലിപ്പിക്കാർക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിലെ 3-ാം അധ്യായം 40-ാം വചനം പറയാം, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം, കർത്താവിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. അപ്പം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ ദൈവം തരുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 10-ാം തിരുവചനം പറയാ, നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലൂടെ തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപത്തെ കഴുകിക്കളയുകയും ചെയ്യുക. കണ്ടോ, നീ നേരായ മാർഗം കാണണമെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ചെളിക്കുമ്പാരങ്ങളെ കഴുകി വൃത്തിയാക്കാൻ കുമ്പസാരത്തിന്റെ അനുതാപക്കൂട്ടിലേക്ക് നീ കടന്നു ചെല്ലണം. അവിടെ കൃപ കിട്ടും. 1982 ഫെബ്രുവരി 10-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ മക്കളോട് പറഞ്ഞത് ഇങ്ങനെയാ, ദൈവവിശ്വാസിയുടെ കുടുംബം ദിവസവും കുമ്പസാരിക്കട്ടെ. ദൈവവിശ്വാസമുള്ള കുടുംബം ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ പോയിട്ട് അപ്പനും മക്കളും എല്ലാവരും ഒരുമിച്ച് പോയിട്ട് കുമ്പസാരിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷിച്ച് ഒരുമിച്ച് സ്നേഹം പങ്കുവെക്കുമ്പോൾ ആ കുടുംബം ദേവാലയമെന്ന് വിളിക്കപ്പെടും. 1982 ജൂലൈ 24-ാം തീയതി പരിശുദ്ധ അമ്മ മക്കളോട് പറഞ്ഞു, പിശാചിന്റെ പീഡകളിൽ നിന്ന് രക്ഷയുടെ സ്രോതസ്സായി സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത് കുമ്പസാരം എന്ന കൂദാശയാണ്. ഈ ശ്രേഷ്ഠതയെ ക്ഷമയോടെ സ്വീകരിക്കുന്നവന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് 1000 മടങ്ങ് കൃപ ലഭിക്കും. അപ്പൊ കുമ്പസാരിക്കാത്ത ശരീരത്തിലല്ല കുർബാന ഇരിക്കേണ്ടത്, കുമ്പസാരിക്കപ്പെട്ട. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ശുശ്രൂഷ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ശുശ്രൂഷ എല്ലാ ശനിയാഴ്ചകളിലാണ്, രാത്രിയിലാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇങ്ങനെ കർത്താവ് ആദ്യം ആ ശുശ്രൂഷ തുടങ്ങിയ കാലഘട്ടത്തിൽ എനിക്ക് തന്നൊരു സന്ദേശം, കുമ്പസാരം നിർബന്ധമാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ അച്ഛന്മാരോട് അഭ്യർത്ഥിച്ചു. അച്ഛന്മാർ പറഞ്ഞു, അച്ഛാ രാത്രി ഞങ്ങൾ വരാം, ഞങ്ങൾ കുമ്പസാരിപ്പിക്കറിയാം. അങ്ങനെ യുവജന ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിൽ കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ കുട്ടികളോട് ഇങ്ങനെ പങ്കുവെച്ചു, മക്കൾ എങ്ങനെയുണ്ട് ശുശ്രൂഷ? അച്ഛാ ഞങ്ങൾക്കിതിൽ ഏറ്റവും സ്പർശിക്കപ്പെട്ടത് കുമ്പസാരമാണ്. എല്ലാ ശനിയാഴ്ചയും കുമ്പസാരിക്കും, ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം സാബത്ത് ദിവസം ഞങ്ങൾ കുർബാനയ്ക്ക് പോകും. അങ്ങനെ അവർ പറയാ, ജഡിക പാപങ്ങൾ അനേകം ജീവിതത്തിൽ നോട്ട് മദ്യപാനം വിട്ടുപോയി. കാരണം എന്താ, ഈ എല്ലാ ശനിയാഴ്ചയും കുമ്പസാരിക്കുന്ന ഒരുങ്ങി വന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആഴ്ചയും നമ്മൾ കുമ്പസാരിക്കുന്നത് കൃപയിൽ നിലനിൽക്കാനുള്ള ആവശ്യമാണ്. ഓഗസ്റ്റ് മാസത്തിൽ 1984 അവർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഒരു പുരോഹിതന് ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുക നല്ല കുമ്പസാരം അവൻ്റെ മുൻപിൽ കേൾക്കുമ്പോഴാണ്. ഒരു ദിവസം ഒരു വ്യക്തി നടത്തുമ്പോഴാണ്. ഒരു നല്ല കുമ്പസാരം ഒരു വ്യക്തി ഒരു ദിവസം ഒരു പുരോഹിതന്റെ മുന്നിൽ നടത്തുമ്പോൾ ആ വ്യക്തിക്ക്, ആ പുരോഹിതന് വലിയ സന്തോഷം ഉണ്ടാവും. കാരണം ഈ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ആ പുരോഹിതന് ദൈവത്താൽ കൃപ ലഭിച്ചുവെന്ന് ആ പുരോഹിതന് മനസ്സിലാവും. അപ്പോൾ പ്രിയപ്പെട്ടവർ, അനേകം പുരോഹിതര് അവരുടെ ജീവിതത്തിൽ ദൈവം തന്ന ആ കൃപ ഉപയോഗിക്കാൻ നമ്മുടെ കുമ്പസാരങ്ങൾ ഏറ്റവും അനുയോജ്യമാണ്, നല്ല കുമ്പസാരങ്ങൾ. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ പില്ലറും അവസാനത്തെ പില്ലറും ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി എന്നുള്ള ചിന്ത ഡാനിയലച്ചനോട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും അവസാനത്തെ പില്ലറായിട്ട് പരിശുദ്ധ അമ്മ പറയുന്നത്, പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പൊ ദൈവം എന്നിൽ വസിക്കാത്തിടത്തോളം കാലം എനിക്ക് എങ്ങനെ ദൈവത്തെ കൂടുതൽ അറിയാൻ പറ്റും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ആത്മാവിന് നൽകുന്ന കുളിർമയാണ് പരിശുദ്ധ കുർബാന. ദൈവത്തോടും മനുഷ്യരോടും കൂടെ ആയിരിക്കാൻ ദൈവം കണ്ട സ്വർണ്ണ നൂലാണ് പരിശുദ്ധ കുർബാന. ദൈവത്തെയും മനുഷ്യരെയും കണക്ട് ചെയ്യാൻ ദൈവം കണ്ട ഒരു സ്വർണ്ണ നൂലാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞായറാഴ്ച കുർബാന മുടക്കരുത്, നിർബന്ധമായിരിക്കണം. അത് ഒന്ന് പറഞ്ഞത്, സാമ്പത്ത് ദിവസത്തെ കുർബാനകൾ മുടക്കരുത്. 2, എല്ലാ ദിവസവും ദൈവജനം വിശുദ്ധ കുർബാന കാണാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ദിവസവും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഭൂമി ഇടിഞ്ഞു വീണാലും ബലി അർപ്പിക്കണമെന്നൊരു തീരുമാനം എടുത്ത് അത് കൃപയാണ്. 1985 മാതാവ് അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ ഒരിക്കലും ബലിയർപ്പണം മുടക്കില്ലായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മളിത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. ഇതൊന്നും മുടങ്ങി കിട്ടാതിരിക്കാൻ നമ്മൾ ഇന്നും പ്രാർത്ഥിക്കും, കുർബാന കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ എപ്പോഴും
പ്രാർത്ഥനയോടെ നിർത്താൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ദിവ്യഗാനത്തിലായിരിക്കണം. വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സഹനങ്ങളും ഉത്ഥാനവും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും പ്രീതികരമൊരു യാത്രയാവും. വിശുദ്ധ കുർബാന നമ്മുടെ ശരീരത്തിൽ വലിയൊരു അടയാളമായിട്ട് ദൈവം കൊണ്ടുവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക, ചരിത്രത്തിലെ ആദ്യത്തെ സക്രാരിയായ പരിശുദ്ധ അമ്മ മെഡ്ജിഗോറി നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം നമ്മൾ ആരും മറക്കരുത്. ഒന്നാമത്തത് പ്രാർത്ഥന, രണ്ടാമത്തത് ഉപവാസം, മൂന്നാമത്തത് ഡെയിലി റീഡ് ബൈബിൾ ആൻഡ് മെഡിറ്റേറ്റ്, നാലാമത്തത് കുംഭസാരം, അനുതാപമുള്ള കുംഭസാരം, 5 പരിശുദ്ധ കുർബാന. ദ 5 പില്ലേഴ്സ് ഓഫ് ദി ചർച്ച്. സഭയുടെ അടിത്തറയാണിത്, കുടുംബത്തിൻ്റെ അടിത്തറയാണ്. യുവജനത്തിൻ്റെ, കുഞ്ഞുങ്ങളുടെ, കുടുംബങ്ങളുടെ, വൈദികൻ്റെ, സന്യസ്തരുടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കാൻ ഒരുങ്ങുകയാണ്. ഈ അല്പസമയം നമ്മൾ ആരാധിക്കുമ്പോൾ ഇത് എല്ലാം ഈശോ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ആയുധങ്ങളാണ്. നമുക്ക് മുട്ടുമേൽ നിൽക്കാം. മുട്ടുമേൽ സാധിക്കുന്നവർ മുട്ടുമേൽ നിന്ന് ഇത് അതിവികാരുണ്യ ഈശോ നമ്മുടെ അരിയിലേക്ക് വരികയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് സ്നേഹത്തോടെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്ന ഈശോയെ, നന്ദി പറയുന്ന ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, നന്ദി. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ, എൻ്റെ കണ്ണുകൾ നിന്നെ കാണുവാൻ പോരാ. യേശുവേ, എൻ്റെ കാതുകൾ നിന്നെ കേൾക്കുവാൻ പോരാ. യേശുവേ, എൻ്റെ കണ്ണുകൾ നിന്നെ കാണുവാൻ പോരാ. യേശുവേ, എൻ്റെ കാതുകൾ നിന്നെ കേൾക്കുവാൻ പോരാ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. 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 കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ചേ. ഓ കർത്താവേ, ഓ ദൈവമേ, ആരാധനേ, മഹോന്നതനേ, പരിശുദ്ധനേ, പരമോന്നതനേ, സ്വർഗത്തിന്റെ ദൈവമേ, ആകാശത്തിന്റെ ദൈവമേ, മാനവിധാനങ്ങളുടെ ദൈവമേ, മാലാഖമാരുടെ ദൈവമേ, വിശുദ്ധരുടെ ദൈവമേ, ഈശോയേ, ഈശോയേ,
ചേർന്ന് പാടാം. വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെപ്പോഴും അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈശോയ്ക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ. ഈ ദിവ്യകാരുണ്യത്തിന് വലതുവശത്ത് പരിശുദ്ധ അമ്മ ഒട്ടുമേ നിൽക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ ലോകത്തിന് സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദുരന്തങ്ങൾ, പല വിധത്തിൽ വേദനിക്കുന്ന എത്രയോ പേർ, ഉരുൾപൊട്ടലുകൾ, പല മരണങ്ങൾ സംഭവിക്കുന്നു. ഒത്തിരി യുവജനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളുള്ള രാജ്യങ്ങൾ, സമാധാനമില്ല. പരിശുദ്ധ അമ്മ വെഡ്ജിഗോറി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഇങ്ങനെ: സമാധാനം പ്രാർത്ഥിക്കുക മക്കളെ. ഇനിയുള്ള കാലഘട്ടങ്ങളെല്ലാം വലിയ സഹനങ്ങളാണ്, വലിയ ഈറ്റുനോവുകളാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒത്തിരി മക്കൾ ഈ ലോകത്ത്, എങ്ങനെ മുന്നോട്ട് പോകണം നടത്തില്ലാത്ത ഒത്തിരി കണ്ണീര് അങ്ങയുടെ മുന്നിൽ വീഴുന്നുണ്ടല്ലോ. ഒത്തിരി വേദനയുള്ളവരുണ്ട്, പ്രതിസന്ധികളുള്ളവരുണ്ട്. എല്ലാവരും സമർപ്പിക്കും. ഈ വർഷം മുഴുവൻ സമാധാനത്തെ സ്നേഹിച്ച ഒരു വിശുദ്ധന്റെ ഓർമ്മ ദിനങ്ങൾ ആചരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദിവ്യകാരുണ്യത്തിന് മുന്നിൽ ഇങ്ങനെ ഒട്ടുകുത്തി നോക്കിയെന്ന് പ്രാർത്ഥിച്ചു. ലോകത്ത് സമാധാനം ഉണ്ടാകണം, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വിശുദ്ധ ഫ്രാൻസിസ് അസീസി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയും പറയുന്നത് സമാധാനം. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടോ? സഭയുടെ അകത്തും പുറത്തും സമാധാനമുണ്ടോ? കുഞ്ഞുങ്ങളുടെ ഇടയിൽ സമാധാനമുണ്ടോ? യുവജനങ്ങളുടെ ഇടയിലുണ്ടോ സമാധാനം? എല്ലാവരും ചിരിക്കുന്നുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളില് ഒന്ന് ആത്മീയ സന്തോഷത്തിൽ വ്യാപരിക്കാൻ കഴിയാത്ത എത്രയോ പേര്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ മക്കൾ ആശുപത്രി കിടക്കുന്നു, വേദനിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മളൊന്ന് ഉറക്കേറ്റ് ചെല്ലുകയാണ്. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ, വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും അന്ധകാരമുള്ളിടത്ത് പ്രകാശവും സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ദിവ്യഗാനത്തിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കും വലത്. കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവേ, നീ എന്നെ സമാധാനത്തിന്റെ ഉപകരണമാക്കണം. ഈ ലോകത്ത് സമാധാനം ഇല്ലടത്ത് ഞാനൊരു ഉപകരണമായി മാറണം. എന്റെ പൗരോഹിത്യം ഇത് കാണുന്ന ഓരോരുത്തരും ചിന്തിക്കും, നീ ഏത് ജീവിത അവസ്ഥയിലാണോ, നിന്റെ കുടുംബത്തില്, നിന്റെ ബന്ധുമിത്രാദികളുടെ ഇടയില്, നിന്റെ രാജ്യത്തില്, നീ ആയിരിക്കുന്ന വ്യവസ്ഥകളില്, നിന്റെ സഭയില് നിനക്കൊരു സമാധാനം സ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ? അതിനെന്ത് ചെയ്യണം മക്കളെ? നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ തീഷ്ണതയിൽ മാന്യം കൂടാതെ പ്രാർത്ഥിക്കണം. നമ്മൾ നന്നായിട്ട് അനുദപിക്കണം. പശ്ചാത്തലത്തോടെ കുമ്പസാരിക്കാൻ തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നും വചനം വായിക്കണം. എന്തിനു വേണ്ടി? ആത്മജ്ഞാനത്തിന് വേണ്ടി, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി ദൈവത്തിന്റെ വചനത്തെ ചങ്കോട് ചേർത്ത് വെക്കണം. പ്രിയപ്പെട്ടവർ, ഈശോയെ, അതിന് കൃപ വേണം. ഈശോ, മക്കളോട് പ്രാർത്ഥിക്കും. ഈശോയെ, ഞങ്ങൾക്ക് ഉപവസിക്കണം. ഞങ്ങൾ സോഷ്യൽ മീഡിയ ആവശ്യമില്ലാത്തത് കാണുന്നത് ഞങ്ങൾക്ക് ഉപവസിക്കാൻ കൃപ വേണം. നല്ലത് കാണാനും ചീത്തയോ ഉപവസിക്കാനുള്ള കൃപ.
കർത്താവേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈശോയെ പ്രതി നഷ്ടപ്പെടുത്താനുള്ള ഉപവാസത്തിന്റെ കൃപ വേണം. ഞങ്ങളുടെ ശരീരത്തിന് ഉതകുന്നത് മാത്രം ഭക്ഷിക്കാൻ, ശരീരത്തിനെ നശിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഉപവസിക്കാനുള്ള കൃപ വേണം. അങ്ങനെ ഞങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ ആലയമാക്കാനുള്ള കൃപ വേണം. ഷോയെ കുമ്പസാരക്കൂട്ടി കരയാനുള്ള കൃപ വേണം. അനുദപിക്കാൻ, ദൈവത്തിന്റെ സമാധാനത്തിന്റെ ആലയമാകുന്ന കൂടുകളിൽ എന്നും പോയി സഹവസിക്കാൻ കൃപ വേണം. കർത്താവേ, നീ ഇത് ഞങ്ങളുടെ ഓർമ്മയ്ക്കായി ചെയ്ത ഈ അപ്പത്തിന് മുന്നിൽ കരയാൻ, ഈ അപ്പം ഹൃദയത്തെ സ്വീകരിക്കാൻ, ദിവ്യകാരുണ്യത്തെ കെട്ടിപ്പിടിക്കാൻ, ദിവ്യകാരുണ്യത്തിന് വേണ്ടി മരിക്കാൻ, ഈശോ എന്ന ദൈവത്തെ ലോകത്ത് പ്രഘോഷിക്കാൻ കൃപ വേണം. രണ്ട് കരങ്ങളുയർത്തി ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ, ഞങ്ങളുടെ സഭയുടെ മേലെ ഈ പില്ലറുകൾ പണിയപ്പെടട്ടെ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് പണിയപ്പെടട്ടെ. കർത്താവേ, ഗോലിയാത്തിനെ പോലുള്ള സാത്താനെതിരെ ഈ 5 ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള കൃപ, ഉപയോഗിക്കാനുള്ള ശക്തി തരണപ്പോ. അനേക കെട്ടുകൾ അഴിയുന്നു, അനേക പൈശാചിക പീഡകൾ വിട്ടുപോകുന്നു. Jesus, in the name of Jesus, in the holy name of Jesus, by the name of Jesus, the precious blood of Jesus, anointed power, anointed power. ഹൃദയത്തോട് ചേർത്ത് ഈശോയോട് കൃപ മതി. ഈശോയെ കൃപ വേണം, കൃപ വേണം. ഈശോ ഞങ്ങൾക്ക് കൃപ വേണം. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൃപ മതിയേ, കൃപ മതിയേ, അളവില്ലാത്ത നിൻ കൃപ മതിയേ. പാടാവൂ. കൃപ മതിയേ, കൃപ മതിയേ, നിൻ അളവില്ലാത്ത നിൻ കൃപ മതിയേ. സ്നേഹം മതിയേ, സ്നേഹം മതിയേ, അളവില്ലാത്ത നിൻ സ്നേഹം മതിയേ. സ്നേഹം മതിയേ, സ്നേഹം മതിയേ, നിൻ അളവില്ലാത്ത നിൻ സ്നേഹം മതിയേ. ഈ കൃപ വേണം. ഈ 5 പില്ലറുകൾ നമ്മുടെ ജീവിതത്തിൽ പണിയപ്പെടാൻ, അതിൽ നിലനിൽക്കാൻ കൃപ ചോദിക്കണം. പ്രാർത്ഥനയുടെ വരം, ഉപവാസത്തിന്റെ വരം, അനുതാപത്തിന്റെ വരം, ശുദ്ധ കുർബാനയെ സ്നേഹിക്കാനുള്ള വരം, ദൈവവചനത്തെ ജീവിതത്തിന്റെ പ്രാവർത്തികമാക്കാനുള്ള വരം ചോദിക്കാൻ. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിന് അനേകം ശുശ്രൂഷകൾ ദൈവം തുറക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. മാതാവ് മെഡ്ജിഗോറി പറഞ്ഞില്ലേ, ലോകത്ത് എന്തെല്ലാം വന്നാലും മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്, നമുക്ക് മഹത്വപ്പെടുത്താൻ ഒരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിലേക്ക് ഈശോ വരും, നിന്റെ സഹനങ്ങളിലേക്ക് ദൈവം വരും. എന്നെ ഒറ്റയ്ക്ക് ദൈവം കൈവിടില്ല, ദൈവം കൂടെ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ആമോസ് പ്രവാചകൻ പഠിപ്പിക്കുന്നൊരു വചനമുണ്ട്. ജീവിതത്തിൽ അത്തിമരങ്ങൾ പൂത്തില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതെ ആയാലും, ഹബൂഖ് പ്രവാചകൻ പറയാണ്, 3-ാം അധ്യായം 16-17 തിരുവചനം. കർത്താവേ, ആ ഒരു കൃപ, ആ ഒരു വചനം ഈ സമയം തുറക്കപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അത്തിമരം പൂത്തില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതെ ആയാലും, ആലയിൽ ആടറ്റുപോയാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും. മാതാപിതാക്കളെ, മക്കൾ തളരുമ്പോഴേക്കും നിങ്ങൾ തളരരുത്. നിങ്ങൾ ദൈവത്തിന്റെ ദാനങ്ങളായ മക്കൾക്ക് വേണ്ടി കര ഉയർത്തണം. ദൈവം ഇടപെടുന്നേ, ദൈവത്തിന്റെ രാജ്യം പണിയും. നമ്മൾ കരഞ്ഞിരിക്കാനുള്ള സമയമില്ല. നമ്മുടെ ഭക്ഷണം ചിലപ്പോൾ ചാരമാകാം, ചാരി നിന്ന് എല്ലാവരും തള്ളി പറയാം, നീ തോൽപ്പിക്കപ്പെടാം, നീ ഒറ്റപ്പെടാം. അവിടെയെല്ലാം നിന്റെ ദൈവമാണ്. ഈ ഗാനത്തിന്റെ ഈരടി ഒന്ന് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം സംഭവിക്കും. ഹബക്കൂക്ക് 3:16. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കണം. മരണം ഒരു ആനന്ദമാക്കി മാറ്റണം. മരണത്തിനപ്പുറമുള്ള ജീവിതം നമുക്കൊരു ആനന്ദമാക്കി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും.
കൈകളടിച്ച് താളത്തിൽ ഈ വചനം പാടുമ്പോൾ അനേകരിലേക്ക് ഈ കൃപ ഒഴുകുമ്പോൾ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികൾക്ക് മുകളിലൂടെ നടക്കാൻ, തിരകൾക്ക് മുകളിലൂടെ നടന്ന ദൈവത്തിന്റെ മക്കളായി നടക്കാൻ ദൈവം നമുക്ക് കൃപ തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരി ചെടികൾ കായ്ക്കുന്നില്ലേലും ആട്ടിൻ തൊഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. ആട്ടിൻ തൊഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ നാഥനെ വാഴ്ത്തിപ്പാടും. ചേർന്ന് പാടാവോ? അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരി ചെടികൾ കായ്ക്കുന്നില്ലേലും ആട്ടിൻ തൊഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. അധികാരങ്ങൾക്കോ പ്രഭുത്വങ്ങൾക്കോ എൻ്റെ ആത്മശക്തിയെ തോൽപ്പിക്കാനാവില്ല. അധികാരങ്ങൾക്കോ പ്രഭുത്വങ്ങൾക്കോ എൻ്റെ ആത്മശക്തിയെ തോൽപ്പിക്കാനാകില്ല. അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരി ചെടികൾ കായ്ക്കുന്നില്ലേലും ആട്ടിൻ തൊഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. എൻ്റെ ഭക്ഷണം ചാരമായാലും ചാരി നിന്നവർ വീണുപോയാലും എൻ്റെ ഭക്ഷണം ചാരമായാലും ചാരി നിന്നവർ വീണുപോയാലും എൻ്റെ കൺമുമ്പിൽ വാതിലടഞ്ഞു പോയാലും കർത്താവെത്തിയിടും, എനിക്കൊരു വാതിൽ തുറന്നിടും. എൻ്റെ കൺമുമ്പിൽ വാതിലടഞ്ഞു പോയാലും കർത്താവെത്തിയിടും, എനിക്കൊരു വാതിൽ തുറന്നിടും. അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരി ചെടികൾ കായ്ക്കുന്നില്ലേലും ആട്ടിൻ തൊഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ നാഥനെ വാഴ്ത്തിപ്പാടും. പാടാവോ? അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരി ചെടികൾ കായ്ക്കുന്നില്ലേലും ആട്ടിൻ തൊഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ നാഥനെ ചേർന്ന് പാടിയ ഹബക്കൂക്ക് 3:16-17 സംഭവിക്കട്ടെ സമൂഹത്തിന്റെ മേലെ, സഭയുടെ മേലെ, ഈ പീഡനത്തിന്റെ നടുവിലും ഞങ്ങളുടെ വിശ്വാസത്തിൽ തീപിടിക്കുന്നവരുള്ളപ്പോ ആട്ടിൻ തൊഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. ശക്തമായിട്ട് സ്തുതിക്കാം. വലിയ അഭിഷേകം കുഞ്ഞുങ്ങളുടെ മേലെ, യുവജനങ്ങളുടെ മേലെ, കാലഘട്ടത്തിന് അഭിഷേകം കർത്താവേ ഞങ്ങളുടെ ഭാരതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാടിനെ സമർപ്പിക്കുന്നു. കർത്താവേ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം കർത്താവേ ഞങ്ങളുടെ ഭാരതം 80ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എല്ലാ മക്കൾക്കും അവരുടെ വിശ്വാസത്തിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ കൃപ ഈ രാജ്യത്തിന്റെ മേലെ ഈ സമയം ഉണ്ടാകുമാറാകട്ടെ. ദൈവശക്തി നിറയട്ടെ, ദൈവ കൃപ നിറയട്ടെ, ദൈവിക അഭിഷേകം നിറയട്ടെ. യേശുവേ Jesus, the holy name of Jesus, by the name of Jesus, by the power of Jesus. യേശു നാമത്തിൽ ഒഴുകട്ടെ, യേശു നാമത്തിൽ കൃപ ഒഴുകട്ടെ, യേശു നാമത്തിൽ വിടുതൽ
ഈശോയിലേക്ക് നോക്കാം, നല്ലൊരു തീരുമാനം എടുക്കാം. We have a decision. We made the decision. നമ്മൾ തീരുമാനം എടുക്കണേ, ഇന്നു മുതൽ പ്രാർത്ഥനയിൽ ഒരു കോംപ്രമൈസ് പാടില്ല. The first pillar. The second is നമ്മുടെ ഫാസ്റ്റിംഗ് ആണ്, ഉപവാസങ്ങൾ, കർത്താവിനോട് കൂടിയിരുന്നുള്ളൂ. മൂന്നാമത്തെ നമ്മുടെ തീരുമാനമാണ് ഡെയിലി റീഡ് ബൈബിൾ വിത്ത് മെഡിറ്റേഷൻ. ധ്യാനപൂർവ്വം വചനം വായിക്കും തീരുമാനം എടുക്കാൻ പ്രിയപ്പെട്ടവരെ. അടുത്തത് അനുതാപമുള്ള കുമ്പസാരം. എപ്പോഴെല്ലാം പാപത്തിന്റെ പ്രലോഭനം കൊണ്ട് ഓടിപ്പോകുക, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു കൂട്ടിലിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് ദൈവം വരുന്നേ, നിന്നെ ഒരുക്കുന്നവൻ ദൈവമാണ്. കുമ്പസാരിക്കുക. ഇന്നു മുതൽ പ്രിയപ്പെട്ട ഒരു ദിവസങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക. ഇനിയും ധ്യാനിക്കുക, അത് ഇനിയും തീഷ്ണതയോടെ കേൾക്കുക. ഒരു പ്രാവശ്യം കേട്ടപ്പോൾ പലപ്പോഴായി കേൾക്കുക. അങ്ങനെ ഈശോ എൻ്റെ ശരീരത്തിൽ വന്നിരിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാ? അവൻ്റെ സ്നേഹം മാത്രം. അവനെ സ്വീകരിക്കുന്നവർ എന്നും ജീവിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളെല്ലാം വലിയ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണ്. ദൈവം സഭയിലൂടെ കർത്താവ് വൈദികരിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് കാലഘട്ടത്തിന് അടയാളമാണ്. വി പ്രിപ്പേർഡ് ourselves. ഒരുക്കത്തിന്റെ സമയം. അന്ത്യകാലഘട്ടത്തിൽ അന്ത്യകാല പ്രവാചകയായ പരിശുദ്ധമ്മയോടൊപ്പം ഒരുക്കപ്പെട്ട ഒരു ജനത. ഒട്ടുകുത്തി നമുക്ക് ഈ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ യേശുവേ യേശുവേ യേശുവേ. മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ. ഈശോ നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ. ഈശോ ആരാധിക്കാനാ ഈ നാവ് തന്നല്ലോ, ആരാധിക്കാനായി ഈ ശബ്ദം തന്നല്ലോ, ആരാധിക്കാനായി ഈ പാട്ടും തന്നല്ലോ, ആരാധിക്കാനായി ഈ സമയം തന്നല്ലോ. ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ. ഈശോ ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ. ഈശോ ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ. ഈശോ. ഇവിടെ ഒരു നിമിഷം നമുക്ക് ഈ ഷക്കീന ടെലിവിഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ എല്ലാ വചന പ്രഘോഷകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഷക്കീന ടെലിവിഷനിലൂടെ സംരക്ഷണം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാ മനുഷ്യ ഹൃദയങ്ങളും ദൈവത്തിന്റെ കൃപയായിട്ടുള്ളൂ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഓരോരുത്തരെയും സന്തോഷമായും എല്ലാവരും സമർപ്പിക്കും. കർത്താവേ, പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ശുശ്രൂഷയെ പ്രത്യേകം സമർപ്പിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കും എല്ലാവരും സമർപ്പിക്കും. എല്ലാവരും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുന്നവർ ഈ സമയം മധ്യസ്ഥ പ്രാർത്ഥന അയച്ചാൽ എല്ലാവരെയും യേശുവിന്റെ കൃപയാൽ നയിക്കണം. നമുക്ക് നമ്മെ തന്നെ ഒന്ന് മുദ്ര വയ്ക്കാൻ പ്രിയപ്പെട്ടവരെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് മുദ്ര വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി പറയാം, നീ മാത്രം മതി ഈശോയെ, നീ മാത്രം മതി ഈശോയെ, നീ മാത്രം മതി ഈശോയെ, നീ മാത്രം മതി ഈശോയെ. ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ. ഈശോ
മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഈശോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.